നമസ്കാരം. തലസ്ഥാന നഗരിയുടെ തിലകക്കുറിയായി മാറിയ തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളം സ്വകാര്യവൽക്കരണത്തിന്റെ പാതയിലാണ്. രാജ്യത്തെ 6 വിമാനത്താവളങ്ങൾ സ്വകാര്യവൽക്കരിക്കാനുള്ള കേന്ദ്ര സർക്കാർ തീരുമാനത്തിനൊപ്പമാണ് തിരുവനന്തപുരം വിമാനത്താവളവും സ്വകാര്യവൽക്കരിക്കാൻ തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നത്. ലാഭത്തിൽ പ്രവർത്തിക്കുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങൾ സ്വകാര്യവൽക്കരിക്കുന്നതിലൂടെ ആർക്കാണ് ലാഭമുണ്ടാകുന്നത്? ചർച്ച ചെയ്യുന്നു. ചർച്ചയിൽ പ്രമുഖർ പങ്കാളികളാകുന്നു. പങ്കെടുക്കുന്നവർ ശ്രീ എം വിജയകുമാർ, എയർപോർട്ട് ആക്ഷൻ കൗൺസിൽ ചെയർമാൻ, അതോടൊപ്പം തന്നെ വിമാനത്താവളത്തിന്റെ ചുമതലയുണ്ടായിരുന്ന മുൻ മന്ത്രി; ഭാഗ്യലക്ഷ്മി, ചലച്ചിത്ര പ്രവർത്തക; ശ്രീ രഘുചന്ദ്രൻ നായർ, പ്രസിഡന്റ്, തിരുവനന്തപുരം ചേംബർ ഓഫ് കൊമേഴ്സ്; ശ്രീ കെ പി സുരേഷ്, എയർപോർട്ട് അതോറിറ്റി എംപ്ലോയീസ് യൂണിയൻ പ്രസിഡന്റ്; ശ്രീ ജേക്കബ് ജോർജ്, മുതിർന്ന മാധ്യമപ്രവർത്തകൻ. തിരുവനന്തപുരം വിമാനത്താവളം സ്വകാര്യവൽക്കരിക്കാനുള്ള തീരുമാനം ഡിസംബർ 14 കൈക്കൊള്ളുന്നത് കേന്ദ്ര സർക്കാർ. കോടിക്കണക്കിന് രൂപ പ്രതിവർഷം ലാഭം കേന്ദ്ര സർക്കാരിന് ഉണ്ടാക്കിക്കൊടുക്കുന്ന ഒരു സ്ഥാപനം കൂടിയാണ് ഇത്. ഈ സ്ഥാപനം സ്വകാര്യവൽക്കരിക്കപ്പെടുമ്പോൾ ആർക്കാണ് നേട്ടമുണ്ടാവുക? ഈ തീരുമാനത്തിനെതിരെ ശക്തമായി സംസ്ഥാന സർക്കാർ രംഗത്ത് വരികയും ഒരു കമ്പനി തന്നെ രൂപീകരിച്ചുകൊണ്ട് വിമാനത്താവളം ഏറ്റെടുക്കാമെന്നും പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഈ ഒരു അവസരത്തിലാണ് നമ്മൾ ഈ ചർച്ചയുമായി മുന്നോട്ട് പോകുന്നത്. ഈ ഒരു സാഹചര്യത്തെ താങ്കൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത്, ശ്രീ എം വിജയകുമാർ? ട്രിവാൻഡ്രം ഇൻ്റർനാഷണൽ എയർപോർട്ടാണ് ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു എയർപോർട്ടാണ്. ഇന്ത്യയിലെ മറ്റ് എയർപോർട്ടുകളിൽ നിന്ന് വ്യത്യസ്തമാണ്. കേരളത്തെ സംബന്ധിച്ചാണെങ്കിൽ ട്രിവാൻഡ്രം ഇൻ്റർനാഷണൽ എയർപോർട്ട് കേരളത്തിൻ്റെ പൈതൃക സ്വത്താണ്. ഇത് മഹാരാജാവിൻ്റെ കാലത്ത് ആരംഭിച്ച് പിന്നെ സ്റ്റേറ്റിൻ്റെ ഭാഗമായി എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഭാഗമായി വളരെ ഇൻ്റർനാഷണൽ എയർപോർട്ടായി. ഇൻ്റർനാഷണൽ എയർപോർട്ട് ആകുന്നത് തന്നെ വി പി സിംഗ് പ്രധാനമന്ത്രിയായിരുന്നു 90-ലാണ്. ഇൻ്റർനാഷണൽ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ഇൻ്റർനാഷണൽ എയർപോർട്ട് ഏതാ? അതാണ്, വേറെ ഒന്നുമില്ല. ബാക്കിയൊക്കെ ബ്രിട്ടീഷ് ഇന്ത്യയിലാണ്. അങ്ങനെയുള്ള ഇൻ്റർനാഷണൽ എയർപോർട്ട് ഏറ്റവും ലാഭകരമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ വർഷം തന്നെ 170 കോടിയുടെ ലാഭമാണ്. അത് വിൽക്കുക 10,000 കോടിയുടെ സ്വത്തുമാണ്. അത് വിൽക്കുക എന്ന് പറയുന്നത് ആത്മഹത്യാപരമായ ഒരു നടപടിയാണ്. ഒരിക്കലും പാടില്ല, ഒരിക്കലും അനുവദിക്കില്ല കേരളം എന്നാണ് ഞങ്ങൾക്ക് അതിനെ സംബന്ധിച്ച് പറയാനുള്ളത്. ഇതിൻ്റെ ഒരു പ്രത്യേകത കേട്ടാൽ രസകരമാണ്. ഈ എയർപോർട്ട് ട്രാവൻകൂർ റോയൽ ഫാമിലി വിട്ടുകൊടുക്കുമ്പോൾ ഒരു എഗ്രിമെൻ്റ് ഉണ്ട്, കവനൻ്റ് ഉണ്ട്, അല്ലെങ്കിൽ ഇതിനൊരു എഗ്രിമെൻ്റ് ഉണ്ട്. ആ എഗ്രിമെൻറ്റിൽ പറയുന്നത് 2 പ്രാവശ്യം, ഒരു വർഷം 2 തവണ എയർപോർട്ട് 6 മണിക്ക് വീതം അടച്ചിടും. അങ്ങനെ എയർപോർട്ടുണ്ടോ? കാരണം തിരുവനന്തപുരത്ത് നടക്കുന്ന ആറാട്ടെന്ന ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ചടങ്ങ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് ശംഖുമുഖത്തേക്ക് വരുന്നത് ഈ എയർപോർട്ടിൻ്റെ റൺവേയിൽ കൂടിയാണ്. അങ്ങനെ അടച്ചിടുന്ന 2 ദിവസം അടച്ചിടുന്ന അങ്ങനെ ഒരു എഗ്രിമെൻറ്റിൽ കൂടി പ്രവർത്തിക്കുന്ന, അതാണ് പൈതൃക സ്വത്തെന്ന് ഞാൻ പറഞ്ഞത്. അത് ഒരിക്കലും സ്വകാര്യവൽക്കരിച്ചുകൂടാ. അത് ആത്മഹത്യാപരം മാത്രമല്ല, ഈ സർക്കാർ തന്നെ ഈ ഡൽഹിയിലെ എയർപോർട്ടൊക്കെ സ്വകാര്യവൽക്കരിച്ചപ്പോൾ എതിർത്ത് വന്നവരാണ് ഈ BJP സർക്കാർ, ഇന്നത്തെ സർക്കാർ. ഒരിക്കലും ഇനി സ്വകാര്യവൽക്കരണം ഇല്ല എന്ന് പറഞ്ഞവരാണ്. ഇത് ഇപ്പോൾ സ്വകാര്യവൽക്കരിക്കുക എന്ന് പറഞ്ഞാൽ നിയമവിരുദ്ധമാണ്, ജനാധിപത്യ വിരുദ്ധമാണ്. എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ ആക്ട് ഉണ്ട്, കേന്ദ്രം പാസ്സാക്കിയിട്ടുള്ള ആക്റ്റാണ്. ആ ആക്ടിൻ്റെ ഭാഗമാണ് ഈ എയർപോർട്ട്. അങ്ങനെയുള്ള എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ നിയമമനുസരിച്ചുള്ള എയർപോർട്ടിനെ നിയമത്തിൽ കൂടി മാറ്റാം, പാർലമെൻറ്റ് മാറ്റാം. അല്ലാതെ എങ്ങനെ ഒരു ക്യാബിനറ്റ് കൂടി മാറ്റും? അതാണ് നിയമവിരുദ്ധം എന്ന് ഞാൻ പറഞ്ഞത്. ജനാധിപത്യ വിരുദ്ധമാണ്. ഈ സർക്കാരിന് ഇത് 100 ദിവസം പോലും ആയുസില്ല. അതിനിടയിലാണ് 1 മാസക്കാലം കൊണ്ട് ധൃതി പിടിച്ചിട്ടുള്ളതാണ്. വളരെ ഇങ്ങനെ ഒരു ഒരു ധൃതി സ്പീഡിൽ ഈ ഇന്ത്യ രാജ്യത്ത് ഒരു കാര്യവും നടന്നിട്ടില്ല. ദിവസങ്ങൾ കൊണ്ട് ഇപ്പോൾ ടെൻഡർ 14 വെച്ചു, പിന്നെ 25-ാം തീയതി ഫിനാൻഷ്യൽ ബില്ല് ഓപ്പൺ ചെയ്യണം. ഇങ്ങനെ ഏതെങ്കിലും കാലത്ത് ഉണ്ടായിട്ടുണ്ടോ? ഇതൊക്കെ ചെയ്യുന്നത് ഇവിടെയല്ല, ഇവിടെ ആർക്കും വരാൻ സാധിച്ചിട്ടില്ല. കോർപ്പറേറ്റുകൾക്ക് വിൽക്കാനുള്ള മുൻധാരണയോടുകൂടി നടക്കുന്ന ഏറ്റവും വലിയൊരു കൊള്ളയാണ്, അഴിമതിയാണ് ഇപ്പോഴത്തെ പ്രൈവറ്റൈസേഷൻ. അത് ഇന്നല്ലെങ്കിൽ നാളെ പുറത്തു വരും. ശ്രീമതി ഭാഗ്യലക്ഷ്മി, കേന്ദ്ര സർക്കാരിൻ്റെ ഒരു തീരുമാനം വളരെ പൊടുന്നനെ രാജ്യത്തെ 6 വിമാനത്താവളങ്ങളാണ് സ്വകാര്യവൽക്കരിക്കാൻ വേണ്ടി തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. അതിലൊന്നാണ് തിരുവനന്തപുരം വിമാനത്താവളം. ഏതാണ്ട് ശ്രീ എം വിജയകുമാർ സൂചിപ്പിച്ചതുപോലെ 180 കോടി രൂപയാണ് കഴിഞ്ഞ വർഷത്തെ ലാഭവിഹിതം ലഭിച്ചത്. അത്തരത്തിൽ പ്രവർത്തിക്കുന്ന ഒരു വിമാനത്താവളം, കോടിക്കണക്കിന് രൂപയുടെ ആസ്തിയുള്ള ഒരു വിമാനത്താവളം, അത് സ്വകാര്യവൽക്കരിക്കാനുള്ള നീക്കം,
അതിനെ എങ്ങനെയാണ് താങ്കൾ നോക്കിക്കാണുന്നത്? ഇപ്പോൾ ഒരു ഇന്ത്യയുടെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് എല്ലാം ഇങ്ങനെ കോർപ്പറേറ്റ് കമ്പനികൾക്ക് അല്ലെങ്കിൽ സ്വകാര്യവൽക്കരിക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് കൊണ്ടുപോകുന്നത്. അതായത് കുറേശ്ശെ ഇന്ത്യ ആർക്കൊക്കെയോ വിഭജിച്ച് തീറെഴുതി കൊടുക്കുന്നത് മാതിരി ഒരു ഡെവലപ്മെന്റ് ആണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ പ്രൈവറ്റ് കമ്പനികൾക്ക് മാത്രമേ ഡെവലപ്പ് ചെയ്യാൻ സാധിക്കൂ എന്ന് പറയുന്നത് ഒരു സർക്കാരിന്റെ ഏറ്റവും വലിയ വീഴ്ചയാണത്. സർക്കാർ തന്നെയാണ് ആ ഡെവലപ്മെന്റ് നടത്തി കാണിക്കേണ്ടത്, ഒരു ചലഞ്ചിങ് ആയിട്ട് നടത്തി കാണിക്കേണ്ടത്. ഒരിക്കലും അങ്ങനെ ഒരു സ്വകാര്യവൽക്കരിക്കപ്പെടുന്നതിനോട് ഒരു സാധാരണ വ്യക്തി എന്നുള്ള നിലയിൽ ഒരിക്കലും യോജിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ്. കാരണം ഇങ്ങനെ ഓരോന്നായിട്ട് നമ്മൾ ഇങ്ങനെ കൊടുത്തുകൊണ്ടേ മുറിച്ച് പകുത്തുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു അവസ്ഥയിലേക്ക് ഇന്ത്യക്കുള്ളിലുള്ള ഇത്തരം ലാഭകരമായത് മാത്രമേ അവർ എടുക്കുന്നുള്ളൂ. അല്ലാതെ നഷ്ടത്തിൽ ഓടുന്നതൊന്നും തന്നെ ഇങ്ങനെ കോർപ്പറേറ്റ് കമ്പനികൾ ആവശ്യപ്പെടുന്നില്ല. അതിനർത്ഥം അടിമകളായിക്കൊണ്ടിരിക്കുക, കോർപ്പറേറ്റ് കമ്പനികളുടെ അടിമയായിക്കൊണ്ടിരിക്കുകയാണ് കേന്ദ്ര സർക്കാരുകൾ അല്ലെങ്കിൽ സർക്കാർ എന്ന് എനിക്ക് പറയേണ്ടി വരുന്നു. ശ്രീ കെ പി സുരേഷ്, എയർപോർട്ട് അതോറിറ്റി എംപ്ലോയീസ് യൂണിയന്റെ പ്രസിഡന്റ് കൂടിയാണ് അദ്ദേഹത്തിന് സ്വാഭാവികമായും വലിയ ആശങ്ക ജീവനക്കാർക്കിടയിൽ നിലനിൽക്കുന്നുണ്ട്. അവരുടെ ഭാവി എന്താകും എന്ന് തന്നെ ചിന്തിക്കുന്ന ഒരു വേളയിലാണ് സർക്കാർ ഇത് ഏറ്റെടുക്കാം എന്ന ഒരു നിലപാട് മുന്നോട്ട് വയ്ക്കുന്നത്. അതിന്റെ ഒരു സർക്കാർ ഓഹരി എടുത്തുകൊണ്ട് ഈ വിമാനത്താവളത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികളുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം. എയർപോർട്ട് നൽകുകയാണെങ്കിൽ അത് സംസ്ഥാന സർക്കാരിനെ നൽകാവൂ എന്ന് വളരെ ശക്തമായി അദ്ദേഹം വാദിക്കുകയും പ്രധാനമന്ത്രിക്ക് കത്തയക്കുകയും ചെയ്തിരിക്കുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടി താങ്കളുടെ അഭിപ്രായം? ഞാനിപ്പോൾ മാഡം പറഞ്ഞതോടുകൂടി യോജിക്കുകയാണ്. ഇന്ത്യയിൽ 6 വിമാനത്താവളങ്ങളെ സ്വകാര്യവൽക്കരിക്കാൻ വേണ്ടി കേന്ദ്ര ഗവൺമെൻറ് തീരുമാനിച്ചു. നിലവിൽ ഈ 6 വിമാനത്താവളങ്ങളും വളരെ ലാഭത്തിൽ പ്രവർത്തിച്ചുകൊണ്ടുവരുന്ന വിമാനത്താവളങ്ങളാണ്. എന്നാൽ എന്തുകൊണ്ട് നഷ്ടത്തിൽ പ്രവർത്തിക്കുന്ന വിമാനത്താവളങ്ങളെ സ്വകാര്യവൽക്കരിക്കാൻ വേണ്ടി തീരുമാനിക്കുന്നില്ല? ഇവിടെ തെറ്റായ തീരുമാനമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. കാരണം കേവലം ഒരു ക്യാബിനറ്റ് ഡിസിഷൻ മാത്രമാണ് ഇതിൻ്റെ പുറകിലുള്ളത്. നവംബർ 8-ാം തീയതി എടുത്തൊരു ക്യാബിനറ്റ് ഡിസിഷൻ 6 വിമാനത്താവളങ്ങളെ സ്വകാര്യവൽക്കരിക്കാൻ വേണ്ടി ഗവൺമെൻറ് തീരുമാനിച്ചു എന്നുള്ളത് മാത്രമാണ്. എന്നാൽ പാർലമെൻറ്റിൻ്റെ അംഗീകാരമില്ല. അതുപോലെ ഇവിടുത്തെ ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കെല്ലാം അറിയാം, നേരത്തെ ഡൽഹി മുംബൈ എയർപോർട്ട് സ്വകാര്യവൽക്കരിച്ചപ്പോൾ അവിടുത്തെ ആയിരക്കണക്കിന് ജീവനക്കാർ അലഞ്ഞു തിരിഞ്ഞ് നടക്കേണ്ട ഒരു ഗതിവിശേഷമുണ്ടായി. മറ്റുള്ള എയർപോർട്ടുകളിലേക്കും അവിടെ അതുപോലെ ഒരു അവസ്ഥ ഇനി തിരുവനന്തപുരം എയർപോർട്ടിലെ ജീവനക്കാർക്ക് ഉണ്ടാകാൻ പോവുകയാണ്. ഈ തിരുവനന്തപുരം എയർപോർട്ടിലെ 100-100ഓളം ജീവനക്കാർ ഈ തിരുവനന്തപുരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ താമസിച്ചുകൊണ്ട് അവിടെ ഫാമിലിയും എല്ലാം സുരക്ഷിതമായി ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗം ജീവനക്കാർ. ഇതിൻ്റെ പരിണിത ഫലം എന്താകുമെന്ന് ഞങ്ങൾക്ക് യാതൊരു ഇതുമില്ല. കാരണം ഞങ്ങൾ ഇനി എങ്ങോട്ട് പോകും, മറ്റുള്ള ഏത് എയർപോർട്ടിലേക്കോ ഞങ്ങളെ ഫാമിലി എവിടെ നിർത്തും, അങ്ങനെ ആശങ്കയോടുകൂടിയാണ് ഞങ്ങൾ ഈ സ്വകാര്യവൽക്കരണത്തിനെ കാണുന്നത്. അതുകൊണ്ട് ഏത് വിധേനയും കേന്ദ്ര ഗവൺമെൻറ് ഈ തീരുമാനം പിൻവലിക്കണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. ഞങ്ങൾ ജീവനക്കാർ കഴിഞ്ഞ 78 ദിവസമായി എയർപോർട്ടിൽ അതിശക്തമായ സമരരംഗത്തിലാണ്. ഈ സമരത്തിന് നമ്മുടെ വിജയകുമാർ സാറ് ചെയർമാനാണ് നമ്മുടെ ആക്ഷൻ കൗൺസിലിൻ്റെ. അങ്ങനെ ഇന്ന് വളരെ അധികം ബഹുജന പിന്തുണ നേടിക്കൊണ്ടാണ് ഞങ്ങൾ ഈ സമരരംഗത്ത് ഇന്ന് ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. ശ്രീ രഘുചന്ദ്രൻ നായർ, എന്താണ് അങ്ങയുടെ അഭിപ്രായം ഇക്കാര്യം? നമ്മൾ ആദ്യം പരിശോധിക്കേണ്ടത് എന്തുകൊണ്ട് ഇത് പ്രൈവറ്റൈസ് ചെയ്യേണ്ടി വരുന്നു. അപ്പോൾ നമ്മൾ ഒരു ബിസിനസ് മേഖലയിൽ പ്രവർത്തിക്കുന്ന ആൾക്കാർ, ഈ എയർപോർട്ട് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന യൂസേഴ്സ് എന്ന് പറയുന്നത് ബിസിനസ് ട്രാവലേഴ്സാണ്, അല്ലെങ്കിൽ ഗവൺമെൻറ് ഓഫീസേഴ്സാണ്. അപ്പോൾ ഇവർക്കൊക്കെ ട്രാവൽ ചെയ്യുമ്പം ഇവർ ട്രാവൽ ചെയ്യുമ്പോൾ പല എയർപോർട്ട്സിലും പോകുമ്പം, അല്ലെങ്കിൽ നമ്മുടെ ബാംഗ്ലൂർ ആയാലും ശരി, ബോംബെ ആയാലും ശരി, ഡൽഹി ആയാലും ശരി, ആ കാണുന്ന എയർപോർട്ട്സിൻ്റെ അകത്തുള്ള ഫെസിലിറ്റീസൊക്കെ നമ്മൾ നോക്കുമ്പോൾ ട്രാൻ എയർപോർട്ടിലില്ല. നമ്മൾ ആ പ്രൈവറ്റൈസേഷൻ ഫെസിലിറ്റി ഇല്ലാത്തതുകൊണ്ട് പ്രൈവറ്റൈസ് ചെയ്യണമെന്ന് നമ്മൾ പറയുന്നത്. ഇപ്പോൾ ഞങ്ങളുടെ ഭാഗത്ത് എയർപോർട്ട് അതോറിറ്റി നടത്തിയാലും ശരി, അത് പ്രൈവറ്റൈസ് ചെയ്യാനും ശരി, നമുക്ക് ഫെസിലിറ്റീസ് വേണം. ആസ് എ യൂസർ എന്നുള്ള ഇത് ഞങ്ങളുടെ ഭാഗത്ത് ഫെസിലിറ്റി വേണം. എൻ്റെ പോയിന്റ് എന്ന് പറയുന്നത്, ഈ ട്രാൻ എയർപോർട്ട് നല്ല ഭംഗിയായിട്ട് നടക്കുന്ന എയർപോർട്ടായിരുന്നെങ്കിൽ ഇതൊന്നും വരത്തില്ല. കാര്യം കാണുന്ന ഈ ആക്ഷൻ കൗൺസിലും ഈ എയർപോർട്ടിലെ എംപ്ലോയീസും അവർ കൃത്യമായിട്ട് അവർ പണി ചെയ്തിരുന്നെങ്കിൽ ഈ എയർപോർട്ട് നമ്മളെ പോലെ ഉള്ളവർ പോലും പറയും ഇത് ചെയ്യാൻ പറ്റൂല എന്ന് പറയും. കാര്യം ഭൂമി എടുത്തു കൊടുക്കാൻ എത്ര വർഷം പിടിച്ചു. ഈ പറഞ്ഞിരിക്കുന്ന ആക്ഷൻ കൗൺസിലും ഈ എയർപോർട്ട് എംപ്ലോയീസ് എവിടെ പോയി കിടന്നു? അവിടെ എന്തുകൊണ്ട് ഈ സമരം അതുപോലെ അവിടെ സമരം ചെയ്തില്ല ഭൂമി എടുത്തു തരാനായിട്ട്? പ്രൈവറ്റൈസേഷൻ ചെയ്യാനുള്ള കാരണക്കാരൻ നമ്മൾ തന്നെയാണ്. കാര്യം നമ്മൾ ചെയ്യേണ്ട ജോലി നമ്മൾ ചെയ്തിട്ടില്ല. ഞാൻ തിരിച്ചു വരാം. ശ്രീ എം വിജയകുമാർ, അദ്ദേഹത്തിന്റെ അഭിപ്രായത്തോട് യോജിക്കുന്നുണ്ടോ താങ്കൾ?
എൻ്റെ സുഹൃത്താണ് ശ്രീ രഘുചന്ദ്രൻ നായർ. അദ്ദേഹത്തിന് ഒരു കാഴ്ചപ്പാടുണ്ട്. അദ്ദേഹം പ്രൈവറ്റൈസേഷൻ്റെ വക്താവാണ്. കാരണം അദ്ദേഹത്തെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പം നമ്മുടെ നാട്ടിൽ ഇപ്പോൾ കേരളത്തിൽ തന്നെ രാജഭരണം തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്നവരല്ലേ ഉണ്ട്. അങ്ങനെ അതൊക്കെ ഒരു കാഴ്ചപ്പാടിൻ്റെ ഭാഗമാണ്. ഇന്ന് ഇന്ത്യയിൽ ജനാധിപത്യമാണ് നിലനിൽക്കുന്നതെന്ന് അദ്ദേഹം മറന്നിരിക്കുക. ജനാധിപത്യമാണ്, ജനങ്ങളാണ്, ജനങ്ങളുടെ സ്വത്താണ്, ജനങ്ങളുടെ നികുതിപ്പണം കൊണ്ട് ഉണ്ടാക്കിയെടുത്ത ലാഭകരമായി പ്രവർത്തിക്കുന്ന ഒരു എയർപോർട്ടാണ്. അതിനെ സ്വകാര്യ കോർപ്പറേറ്റുകൾക്ക് ലാഭം കൊള്ളയടിക്കാൻ വേണ്ടി കൊടുക്കണം. അതിന് ഉള്ള ആകെ പറയാനുള്ള ന്യായം എന്താ? ഫെസിലിറ്റീസാണ്. ഫെസിലിറ്റീസ് എന്തുകൊണ്ട് നമുക്കുണ്ടായിക്കൂടാ? നമുക്കുണ്ടാക്കാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല. ഈ എയർപോർട്ട് ഈ രൂപത്തിലായതിൻ്റെ കാരണം അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഇപ്പോൾ ഞങ്ങളെ ആക്ഷൻ കൗൺസിലും ജീവനക്കാരുമാണെന്ന് തോന്നും. എന്തൊരു അബദ്ധമാണത്. ഈ എയർപോർട്ട് ഇതിൻ്റെ ഈ രൂപത്തിലാകാൻ കാരണം കേന്ദ്ര സർക്കാരിൻ്റെ തുടക്കം മുതലുള്ള അവഗണനയാണ്. എങ്ങനെ ഇൻ്റർനാഷണൽ എയർപോർട്ട് ഉണ്ടായി? VPC എങ്ങനെ ഇൻ്റർനാഷണൽ ഫ്ലൈറ്റ് വന്നു? അദ്ദേഹം ആദ്യം മുതൽ അത് പറയട്ടെ. ഇതിന് ചരിത്രമുണ്ട്. ഇൻ്റർനാഷണൽ ഫ്ലൈറ്റ് തന്നെ ഇവിടെ വരുന്നത് 70കളുടെ അവസാനം മൊറാർജി ഗവൺമെൻറ്റിൻ്റെ കാലത്താണ്. അതുവരെ ഇൻ്റർനാഷണൽ ഫ്ലൈറ്റ് ഇല്ല. ഇൻ്റർനാഷണൽ എയർപോർട്ട് ആയത് 90-ൽ VP സിംഗ് 11 മാസമേ പ്രധാനമന്ത്രിയായിരുന്നുള്ളൂ. അദ്ദേഹം കേരളത്തോട് വേറെ ഒന്നുമില്ലല്ലോ. അദ്ദേഹം കേരളത്തിൽ പൗരസ്വീകരണം കൊടുത്തു. അന്ന് EK നയനാർ കേരളത്തിലെ മുഖ്യമന്ത്രിയാണ്. ഞങ്ങളൊരു കമ്മിറ്റി, ആ കമ്മിറ്റിയുടെ ചെയർമാനും ഞാനായിരുന്നു, റിസപ്ഷൻ കമ്മിറ്റി. അത് പുത്തരിക്കണ്ടം മൈതാനത്ത് കൊടുത്തപ്പോൾ അദ്ദേഹം പ്രധാനമന്ത്രി ഞങ്ങളടുത്ത് ചോദിച്ചു, എനിക്ക് കേരളത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്നുണ്ട്, ഞാൻ എന്താ പറയേണ്ടത്, മറുപടി എന്താ പറയേണ്ടത് സ്വീകരണത്തിന്? അപ്പോൾ ഞങ്ങൾ എഴുതി കൊടുത്തു 2 കാര്യം. ഒന്ന്, ട്രിവാൻഡ്രം എയർപോർട്ട് ഇൻ്റർനാഷണൽ എയർപോർട്ട് ആക്കണം. 2, ട്രിവാൻഡ്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കൃഷി എന്ന് പറയുന്നത് നാളികേരമാണ്. അതിനെ എണ്ണക്കുരുവായി പ്രഖ്യാപിക്കണം. അദ്ദേഹം ജനങ്ങളെ സാക്ഷി നിർത്തിയെന്ന് പ്രഖ്യാപിച്ചതാണ്. 90-ൽ അദ്ദേഹം പ്രഖ്യാപിച്ചിട്ട് 2006 വരെ പ്രഖ്യാപനം മാത്രമേ ഉള്ളൂ, പദവി. അതിൻ്റെ കാരണം എന്താ? ശ്രീ രഘുചന്ദ്രൻ നായർ അതിനെക്കുറിച്ച് പറയാത്തെന്താ? ഇൻ്റർനാഷണൽ എയർപോർട്ട് ആയാൽ 90 മുതൽ വികസിക്കണ്ടേ? ഒരു ഭയങ്കരമായ അവഗണനയാണ് കേരളത്തോട്. അതിനെതിരെ ഒട്ടേറെ പ്രക്ഷോഭം നയിച്ചവരാണ് ഞങ്ങൾ. അങ്ങനെയാണ് 2006-ലെ LDF സർക്കാരിൻ്റെ കാലത്താണ്, എന്നുവെച്ചാൽ UPA സർക്കാർ, LDF പിന്താങ്ങിയ UPA സർക്കാർ, അതാണല്ലോ ആ സർക്കാരിൻ്റെ പ്രത്യേകത. ആ സർക്കാരിൻ്റെ കാലത്താണ് പുതിയ ഇൻ്റർനാഷണൽ ടെർമിനൽ, ചാക്ക ടെർമിനൽ നിലവിൽ വന്നത്. അതിൻ്റെ ഉദ്ഘാടനത്തിന് പോലും ഞങ്ങളെ വിളിച്ചില്ല. അന്ന് മുഖ്യമന്ത്രി ശ്രീ VS-നെ പോലും ആ ഉദ്ഘാടന ചടങ്ങിൽ വലിയ കോലാഹലം ഉണ്ടായതാണ്. ഇതൊക്കെയാണ് ഇതിന് ചരിത്രം. അല്ലാതെ ഇവിടുത്തെ ജീവനക്കാരോ ആക്ഷൻ കൗൺസിലോ ഒന്നും അല്ല. അപ്പോൾ അതുകൊണ്ട് ഒരു ഇച്ഛാശക്തിയുള്ള ഗവൺമെൻറ് ഇത് മാത്രമാണോ? ഇതൊരു പബ്ലിക് യൂട്ടിലിറ്റി സർവീസ് മാത്രമല്ല, ഡിഫൻസിന്റെ ആംഗിളിൽ നിങ്ങൾ നോക്കുക. തീർച്ചയായും നമുക്ക് അതിലേക്ക് തീർച്ചയായും വരാം. നമുക്ക് ജീവനക്കാർ കൂടി നമ്മളോടൊപ്പം ഉണ്ട്. തിരുവനന്തപുരം വിമാനത്താവളത്തിലെ ജീവനക്കാരാണ് നമ്മളോടൊപ്പം ഉള്ളത്. അവർക്കും ആശങ്കകൾ, അവരുടെ ആശങ്കകളും ആകുലതകളും ഒക്കെ അവർക്കും പങ്കുവെക്കാനുണ്ട്. തീർച്ചയായും എന്താണ് നിങ്ങൾ ഇപ്പോൾ ഈ പ്രൈവറ്റൈസേഷനെ നിങ്ങൾ ജീവനക്കാർ എന്നുള്ള നിലയിൽ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? സർ, സെൻട്രൽ ഗവൺമെൻറ്റിന് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. സിവിൽ ഏവിയേഷൻ മിനിസ്റ്ററുടെ അണ്ടറിൽ എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയാണ് ഏവിയേഷൻ സെക്ടറിൽ ഈ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓൾമോസ്റ്റ് 120 നിയർ ബൈ എയർപോർട്ട്സ് മാൻ ചെയ്യുന്നതിൽ, അല്ലെങ്കിൽ എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ ഡെവലപ്പ് ചെയ്ത് ഇപ്പം റൺ ചെയ്തുകൊണ്ടിരിക്കുന്നതിൽ പ്രോഫിറ്റ് മേക്കിംഗ് എന്ന് പറഞ്ഞാൽ 20 നിയർ ബൈ ആണ്. ഇതുകൊണ്ടാണ് നമ്മൾ ഈ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, ഒരു എയർപോർട്ടിൽ ഒരു മൂവ്മെൻറ്റ് വീക്കിലി ഉള്ളതുകൊണ്ട് ഒന്നുണ്ട്, അതെല്ലാം നമ്മൾ കണക്ടിവിറ്റി, റീജിയണൽ കണക്ടിവിറ്റി സ്കീമിൽ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ബഹുമാനപ്പെട്ട പ്രൈം മിനിസ്റ്റർ ഉഡാൻ എന്ന് പറഞ്ഞൊരു പുതിയ സ്കീമും, ഉഡേ ദേശ് കി ആം നാഗരിക് എന്ന് പറഞ്ഞ പുതിയൊരു സ്കീമും ഇൻട്രൊഡ്യൂസ് ഉണ്ട്. ഇതെല്ലാത്തിൻ്റെ റെസ്പോൺസിബിലിറ്റി എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യക്കാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ പ്രോഫിറ്റ് മേക്കിങ്ങിൽ നിന്നാണ് നമ്മൾ മറ്റുള്ള ചെറിയ ലോസിലുള്ളതിൻ്റെ റെസ്പോൺസിബിലിറ്റീസും അവിടുത്തെ മൂവ്മെൻറ്റ്സ് എല്ലാം ഹാൻഡിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ സാറൊരു ഫെസിലിറ്റി എന്ന് പറഞ്ഞ ഒറ്റ വാക്കാണ് ഉപയോഗിച്ചത്. സാറിന് എന്ത് ഫെസിലിറ്റിയാണ് കുറവ് സാർ? ഓഗസ്റ്റ് 15 ഫ്ലഡ് വന്നു. കൊച്ചിൻ എയർപോർട്ട് 14 ഡേയ്സ് ക്ലോസ് ആയിരുന്നു. അത് 30th ഓപ്പൺ ചെയ്ത്. ഞങ്ങളുടെ നോർമൽ ഷെഡ്യൂൾ, എയർപോർട്ട് ട്രിവാൻഡ്രത്തിൻ്റെ നോർമൽ ഷെഡ്യൂൾ പ്ലസ് കൊച്ചിൻ്റെ ഷെഡ്യൂൾ, എയർഫോഴ്സിൻ്റെ എല്ലാ കാർഗോ റിലീഫ് മെറ്റീരിയലിൻ്റെയും 360 ഷെഡ്യൂൾസ്, VIP മൂവ്മെൻറ്റ്സ്, റെസ്ക്യൂ ഷെഡ്യൂൾ, ഇതെല്ലാം ഈ പറഞ്ഞ ട്രിവാൻഡ്രം എയർപോർട്ടാണ് ഉള്ള ഇപ്പോൾ റണ്ണിങ് ഫെസിലിറ്റീസെല്ലാം ഈ സ്റ്റാഫാണ് സാർ കോപ്പറേറ്റ് ചെയ്ത് റൺ ചെയ്ത് സക്സസ്ഫുള്ളായി മാനേജ് ചെയ്തത്. അപ്പം ഈ ഇൻ്റർനാഷണൽ പാസഞ്ചർ മാക്സിമം ചിലവഴിക്കുന്ന 3 മണിക്കൂറാണ് ടെർമിനലിനകത്ത്. ഡൊമസ്റ്റിക് പാസഞ്ചർ 2 മണിക്കൂർ. അവർ ഗേറ്റിൽ നിന്ന് ഈ സെക്യൂരിറ്റി ചെക്ക്, ഇമിഗ്രേഷൻ, കസ്റ്റംസ് എല്ലാം കഴിഞ്ഞ് പോകുന്നതിന് തന്നെ പ്രൊസീജിയർ 2 hours എടുക്കും.
അതുപോലെ തന്നെ ഡൊമസ്റ്റിക് പാസഞ്ചർ. സാർ ഈ ഫെസിലിറ്റി എന്ന് ഉപയോഗിക്കുന്നത് എന്താണ് സാർ? എന്തിനാണ് ഇവിടെ കുറവുള്ളത്? ഈ PPP-യിൽ എന്ത് മോഡൽ ഡെവലപ്മെൻ്റാണ് ഈ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ പ്രതീക്ഷിക്കുന്നത്? ഒന്ന് വ്യക്തമാക്കിയാൽ കൊള്ളാമായിരുന്നു. തീർച്ചയായും താങ്കൾക്ക് എന്താണ് പറയുന്നത്? പിന്നെ സാറൊരു എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് ഏകദേശം 15,000 കോടി റിസർവ് ഫണ്ടുള്ള ഒരു സ്ഥാപനമാണ്. ഒരു മിനിരത്ന സ്റ്റാറ്റസിൽ റൺ ചെയ്ത് നവരത്നയിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനമാണ്. അപ്പോൾ ഇത്രയും ലാഭകരമായിട്ട് ഈ സ്ഥാപനം ഉയർന്നു വന്നു എന്ന് പറയുമ്പോൾ അത് എയർപോർട്ട് അതോറിറ്റിയിലെ എംപ്ലോയീസിൻ്റെയും അതിലെ മാനേജ്മെൻറ്റിൻ്റെയും കഴിവ് തന്നെയാണ്. അപ്പോൾ അങ്ങനെയുള്ള എയർപോർട്ട് അതോറിറ്റി എംപ്ലോയീസിനെയും മാനേജ്മെൻറ്റിനെയും കഴിവുകെട്ടവരെന്ന് വിളിച്ച് നിങ്ങൾ ഞങ്ങളെ അവിടെ നിന്ന് ഇറക്കി വിടരുത്. ഞങ്ങളുടെ എയർപോർട്ട് എംപ്ലോയീസിനെ സംബന്ധിച്ച് ഈ തിരുവനന്തപുരം എയർപോർട്ട് നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ മറ്റ് എയർപോർട്ടുകളിലേക്ക് ട്രാൻസ്ഫർ പോകേണ്ടി വരും എന്നൊരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. പക്ഷേ എങ്കിലും ഞങ്ങൾ സമരം ചെയ്യുന്നത് ഇതിൽ സംഭവിക്കുന്ന അഴിമതികൾ, ഇത് പൊതുജനങ്ങളുടെ ഖജനാവിൽ നിന്നെടുത്ത് സൃഷ്ടിച്ച ഈ എയർപോർട്ട് ഒരു കോർപ്പറേറ്റിന് യാതൊരു മാനദണ്ഡങ്ങളുമില്ലാതെ കൈമാറുന്നത് ഇവിടുത്തെ പൊതുജനങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതിനാണ് ഞങ്ങൾ സമരം നടത്തുന്നത്. M. വിജയകുമാർ, സംസ്ഥാന സർക്കാർ ഇതിൽ കൃത്യമായി ഇടപെടുന്നു. മുഖ്യമന്ത്രി പ്രധാനമന്ത്രിക്ക് കത്തയക്കുന്നു. സ്വകാര്യവൽക്കരണം പാടില്ല, അഥവാ വിമാനത്താവളം വിട്ടുകൊടുക്കുകയാണെങ്കിൽ അത് സ്റ്റേറ്റ് ഏറ്റെടുക്കാൻ തയ്യാറാണ്. അതിനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കണം എന്നുള്ള ആവശ്യം മുഖ്യമന്ത്രി മുന്നോട്ട് വയ്ക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു കമ്പനി രൂപീകരിക്കുന്നു. സിയാൽ മോഡലിൽ കിയാൽ രൂപവൽക്കരിക്കുന്നു. 10 ലക്ഷം രൂപ ഓഹരി നൽകുന്നു. ഒപ്പം ചീഫ് സെക്രട്ടറി ചെയർമാനായിക്കൊണ്ടുള്ള കമ്പനിയും ഫോം ചെയ്യുന്നു. ഈ ഒരു ഘട്ടത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഒരു നിലപാട് ഒരു വശത്ത്, സംസ്ഥാന സർക്കാർ ജനകീയമായിട്ടുള്ള ഒരു നിലപാടെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്നു. എങ്ങനെയാണ് അതിനെ താങ്കൾ നോക്കിക്കാണുന്നത്? അത് എത്രത്തോളം പ്രാവർത്തികമാകാനുള്ള സാധ്യത ഉണ്ട്? ഈ പ്രൈവറ്റൈസേഷൻ നടക്കുമ്പോൾ ജനങ്ങളെ സംബന്ധിച്ച് ആകെയുള്ളൊരാശ്വാസം പ്രൈവറ്റൈസേഷനെ നഗ്നമായി അല്ലെങ്കിൽ ശക്തമായിട്ട് എതിർക്കുന്ന ഒരു ഗവൺമെൻറ് ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്. അതിനെ അനുകൂലിച്ച ഗവൺമെൻറ്റുകളുണ്ടേ, അത് പറയാതിരിക്കാനൊക്കില്ല. ഇത് ഇന്നത്തെ BJP സർക്കാരിൻ്റെ മാത്രമല്ല. ഈ പ്രൈവറ്റൈസേഷൻ എന്ന് പറഞ്ഞാൽ UPA സർക്കാരിൻ്റെയും കോൺഗ്രസിൻ്റെയും. ഇപ്പോൾ അവിടെ ഒരു ദീർഘനാളത്തെ സമരം നടക്കുകയാണല്ലോ. അവിടെ 80 ദിവസമാകുമ്പോഴാണ് ഒരു ദിവസം തിരിഞ്ഞു നോക്കാത്ത സ്ഥലം പാർലമെൻറ്റ് അംഗമുണ്ട്, ഒരു ദിവസം തിരിഞ്ഞു നോക്കാത്ത അവിടുത്തെ സ്ഥലം നിയമസഭാ അംഗമുണ്ട്. അതുമാത്രമല്ല, ഞങ്ങളൊരു ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ച് അദ്ദേഹത്തെ രക്ഷാധികാരിയാക്കിയപ്പോൾ പാർലമെൻറ്റ് മെമ്പർ പറയുകയാണ്, എൻ്റെ അനുവാദമില്ലാതെ നിങ്ങൾ എന്തിനാക്കി, ഞാൻ ഈ പ്രൈവറ്റൈസേഷനെ അനുകൂലിക്കുന്നു എന്ന് പറയാൻ മടിയില്ല. അപ്പം ഇതൊക്കെയാണ് ഇതിൻ്റെ. ഇത്രയുമുള്ള ഒരു സാഹചര്യത്തിലാണ് ഇന്ന് ഈ ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ട്. ഗവൺമെൻറ് പ്രധാനമന്ത്രിക്ക് നിവേദനം കൊടുത്തു, സിവിൽ ഏവിയേഷൻ മിനിസ്റ്റർക്ക് നിവേദനം കൊടുത്തു, 3 തവണ ഇത് ആവർത്തിച്ചു. അവസാനം പറഞ്ഞു ഇത് നയപരമായ പ്രശ്നമാണ്. നയം എന്തോ നയം? ഈ നയത്തിന് വേണ്ടിയാണോ അധികാരത്തിൽ വന്നത്? ജനങ്ങളുടെ മുമ്പിൽ ഒരു മാനിഫെസ്റ്റോ വെച്ചിട്ടുണ്ട്, അതിനനുസരിച്ച് ഭരിക്കുക, അതാണ് ജനാധിപത്യം. അത് നടപ്പാക്കാതിരിക്കുകയും മാനിഫെസ്റ്റോയിൽ പറയും നടപ്പാക്കാതിരിക്കുകയും മാനിഫെസ്റ്റോയ്ക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുകയും ചെയ്യുന്നതല്ലേ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ എന്ത് നയം? ഇത് നയമൊന്നുമല്ല, ഇത് താല്പര്യമാണ്, കോർപ്പറേറ്റ് താല്പര്യം മാത്രമാണ്. പോകുന്നതിന് മുമ്പ് കുറേ കാശുണ്ടാക്കുക, കൊള്ളയടിക്കുക, അതാണല്ലോ. വീണ്ടും തിരിച്ചു വരാൻ വേണ്ടി കാശ് ഉപയോഗിക്കുക, ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ടുള്ള സംഗതിയാണ്. സംസ്ഥാന ഗവൺമെൻറ് എതിർക്കുന്നതെന്ന് മാത്രമല്ല, ബദൽ നിർദ്ദേശങ്ങളും മുന്നോട്ട് വെച്ചു എന്നത് ഒരു പ്രത്യേകതയാണ്. അത് സിയാലിൻ്റെയും മറ്റതിൻ്റെയൊക്കെ മാതൃകയിലായിരിക്കും ബദൽ നിർദ്ദേശങ്ങൾ. പക്ഷെ അതൊന്നും പരിഗണിച്ചിട്ടില്ല. ഇപ്പോൾ കേന്ദ്ര പ്രധാനമന്ത്രിയും സിവിൽ ഏവിയേഷൻ മിനിസ്റ്ററും ഇത് നീതി ആയോഗിന് വിട്ടുകൊടുത്തു. അതിൻ്റെ CEO ഒരു മീറ്റിംഗ് വിളിച്ചിട്ട് പറഞ്ഞു ഞങ്ങൾ പ്രൈവറ്റൈസ് ചെയ്യും, സർക്കാരിന് ഇതിൽ പങ്കെടുക്കാമെന്ന്. ഇതാണ് ഒരു നിലപാട്. ഒരു ഫെഡറൽ സംവിധാനമല്ലേ നമ്മുടെ രാജ്യത്തുള്ളത്. മുഖ്യമന്ത്രി ചെയർമാനായ ഒരു വികസന സമിതിയാണ് ട്രിവാൻഡ്രം ഇന്റർനാഷണൽ എയർപോർട്ടിൽ പ്രവർത്തിക്കുന്നത്. അവരാണ് 18 ഏക്കർ സ്ഥലം ഇപ്പോൾ എടുത്തു കൊടുക്കുന്നത്. ഇപ്പോൾ പറഞ്ഞല്ലോ, ഇപ്പോൾ നേരത്തെ സ്ഥലമെടുപ്പിനെ സംബന്ധിച്ച് പറഞ്ഞല്ലോ, ആളുകൾ താമസിച്ചിരുന്ന സ്ഥലമേ അവരുടെ കിടപ്പാടം, അത് കുടിയൊഴിപ്പിച്ചുണ്ടാക്കിയ എയർപോർട്ടാണിത്. ഇത്രയും 635 ഏക്കർ ഇപ്പോൾ 18 ഏക്കർ മുഖ്യമന്ത്രി എടുത്തു കൊടുക്കാൻ നടപടി സ്വീകരിച്ചു. 600 കോടി രൂപ എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ ചെലവഴിക്കാൻ പോവുകയാണ്. അപ്പോൾ എല്ലാം കൂടി എത്ര കോടിയാണ്? എന്നിട്ട് വിൽക്കല സർക്കാരിനൊരു പങ്ക്. സർക്കാരിനോട് ഒരു വാക്ക് മുഖ്യമന്ത്രി, അതിൻ്റെ ചെയർമാനായിട്ടുള്ള മുഖ്യമന്ത്രിയോട് പോലും ഒരു വാക്ക് ചോദിക്കാതെയുള്ള തികച്ചും ഏകാധിപത്യപരമായിട്ടുള്ള സമീപനമാണ്. അതിനെ തടയിടാൻ വേണ്ടിയാണ് ഈ ബദൽ നിർദ്ദേശം വച്ചിരിക്കുന്നത്. ആ ബദൽ നിർദ്ദേശം സ്വീകരിക്കണമെന്നില്ല. നമുക്ക് നല്ല നല്ല നിർദ്ദേശങ്ങൾ വയ്ക്കാം, ബദൽ എന്ന് പറയാമെന്നുള്ളതല്ലാതെ ജനാധിപത്യമല്ല ഇവിടെ നടക്കുന്നത്. ഫൈനലൈസ് ചെയ്തിട്ടില്ല. 25-ാം തീയതിയാണ് ഫിനാൻഷ്യൽ ബിഡ് വരുന്നത്. വൻ കോർപ്പറേറ്റുകളാണ് ഇതിൻ്റെ പിന്നിൽ. ഒന്ന് അദാനി ഗ്രൂപ്പാണ്,
മറ്റത് റിലയൻസ് ഗ്രൂപ്പ്, എല്ലാ എയർപോർട്ടുകളും ഉണ്ടല്ലോ, അവർ പങ്കുവെച്ചെടുത്തിരിക്കുകയാണ്. ട്രിവാൻഡ്രം എയർപോർട്ട് ഇന്ന ആളിന്, മംഗലാപുരം എയർപോർട്ട് ഇന്ന ആളിന്, അല്ലെങ്കിൽ രാജസ്ഥാൻ എയർപോർട്ട് ഇന്ന ആളിന്. ഇത് ഈ രൂപത്തിൽ പങ്കുവെച്ചൊരു പകൽ കൊള്ളയാണ് ഇവിടെ നടക്കുന്നത്. അതിനെതിരെയാണ് ഇത്. ജീവനക്കാരുടെ പങ്ക് ഇക്കാര്യത്തിൽ ജീവനക്കാർ കൂടി ഇതിനെ എതിർത്തില്ലെങ്കിൽ ആരെതിർക്കും? ജീവനക്കാരിവിടെ ഈ ടെൻഡറിലേക്ക് വരുന്നതിന് വേണ്ടിയിട്ടുള്ള കോർപ്പറേറ്റുകൾ അവിടെ വന്നു. ഈ സ്ഥലം കാണണമല്ലോ, കൊണ്ടുവന്നു. എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ കൊണ്ടുവന്നപ്പോൾ അവിടെ കാലുകുത്താൻ സമ്മതിച്ചില്ല. അദാനി ഗ്രൂപ്പിന് പോലും ട്രിവാൻഡ്രം എയർപോർട്ടിൽ ആകാശത്ത് നിന്ന് നോക്കി അവിടെ കാലുകുത്താൻ സമ്മതിച്ചില്ല. അതാണ് അവരുടെ ആത്മാർത്ഥത, പ്രതിബദ്ധത, രാജ്യസ്നേഹമാണത് അവിടുത്തെ ജീവനക്കാർ കാണിച്ചിട്ടുള്ളത്. അവർ നമ്മൾ അങ്ങേയറ്റം ആദരിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. തീർച്ചയായും. ശ്രീ ജേക്കബ് ജോർജ്, മുതിർന്ന മാധ്യമപ്രവർത്തകൻ, തിരുവനന്തപുരം വിമാനത്താവളം സ്വകാര്യവൽക്കരിക്കാനുള്ള തീരുമാനത്തിലേക്ക് കടക്കുന്നു. സംസ്ഥാന സർക്കാർ ഒരു ബദൽ ഐഡിയ മുന്നോട്ട് വയ്ക്കുന്നു. എങ്ങനെയാണ് ഈ ഒരു പശ്ചാത്തലത്തെ താങ്കൾ നോക്കിക്കാണുന്നത്? തീർച്ചയായിട്ടും തിരുവനന്തപുരം വിമാനത്താവളത്തിന് ഒരു ബിഗ് ജമ്പ് അത്യാവശ്യമാണ്. ഇപ്പം കേരളം തന്നെ അന്തർദേശീയ എയർപോർട്ടുകളുടെ ഒരു സംസ്ഥാനമായിട്ട് മാറി. പക്ഷേ തിരുവനന്തപുരം ഇപ്പോഴും ഉണ്ടല്ലോ, അതിനർഹിക്കുന്ന വളർച്ച കിട്ടാതെ പുറകിൽ നിൽക്കുകയാണ്. ഇപ്പോൾ ബഹുമാനപ്പെട്ട എം വിജയകുമാർ ചൂണ്ടിക്കാണിച്ചത് സർക്കാർ തയ്യാറാണ് അത് ഏറ്റെടുക്കാൻ. സർക്കാർ തയ്യാറാണെങ്കിൽ, സർക്കാർ കാശ് മുടക്കാൻ തയ്യാറാണെങ്കിൽ, കേരളം ഒരുവിധപ്പെട്ട നല്ല സമ്പന്നരുടെ സംസ്ഥാനം കൂടിയാണ്. ആ സമ്പന്നരെയൊക്കെ സംഘടിപ്പിച്ചുകൊണ്ട് അവരുടെ പണം സമാഹരിച്ചുകൊണ്ട് അങ്ങനെ ഒരു സാമ്പത്തികമായിട്ട് പിന്തുണ നൽകാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും അത് നല്ലത് തന്നെയാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു മാറി വരുന്ന അന്തർദേശീയ വ്യോമയാന മേഖലയിൽ അതിനനുസരിച്ച് അന്തർദേശീയ കേന്ദ്രങ്ങളോട് കിടപിടിക്കത്തക്ക, അതിനേക്കാൾ മുന്നിൽ നിൽക്കത്തക്ക ഒരു വിമാനത്താവള സംവിധാനം തിരുവനന്തപുരത്ത് ഉണ്ടാവണമെങ്കിൽ ഒരു അന്തർദേശീയ ഓപ്പറേറ്റർ വേണം. കേരള ഗവൺമെൻറ് പ്ലസ് ഒരു ഇൻ്റർനാഷണൽ ഓപ്പറേറ്റർ, അതാണ് എൻ്റെ ഒരു നിർദ്ദേശം. കാരണം ഒരു വലിയ ഓപ്പറേറ്റർ അന്തർദേശീയ വിമാന കമ്പനികളെ തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവരാനും തിരുവനന്തപുരത്തെ ഒരു ഗ്ലോബൽ ഹബ്ബാക്കി മാറ്റാനും ശേഷിയുള്ള ഒരു ഇൻ്റർനാഷണൽ ഓപ്പറേറ്ററാണ് ഇവിടെ ആവശ്യം. അതിന് പിന്തുണ നൽകാൻ, സാമ്പത്തികമായിട്ട് പിന്തുണ നൽകാൻ സംസ്ഥാനത്തെ സർക്കാർ നേതൃത്വം കൊടുക്കുന്ന വിമാനത്താവള കമ്പനിക്ക് കഴിയുമെങ്കിൽ തീർച്ചയായിട്ടും അത് തന്നെയായിരിക്കും ഒരു ഐഡിയൽ കോമ്പിനേഷൻ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ശ്രീ രഘുചന്ദ്രൻ നായർ, താങ്കൾ സൂചിപ്പിച്ചു ഇവിടുത്തെ പ്രാഥമികമായിട്ടുള്ള അടിസ്ഥാന സൗകര്യത്തിന്റെ പ്രശ്നങ്ങളുണ്ട് എന്ന് താങ്കൾ സൂചിപ്പിച്ചു, മറ്റു വിമാനത്താവളങ്ങളെ അപേക്ഷിച്ചുകൊണ്ട്. അത് സ്വാഭാവികമായി നമുക്കറിയാം. ഇപ്പോൾ ശ്രീ എം വിജയകുമാർ സൂചിപ്പിച്ചതുപോലെ സർക്കാർ ഭൂമി ഏറ്റെടുത്ത് കൊടുക്കുന്നതിന് തയ്യാറാണ്. അതോടൊപ്പം തന്നെ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് പല പ്രമുഖരും തയ്യാറാണ്. ആ ഒരു പശ്ചാത്തലത്തിൽ അവിടുത്തെ സൗകര്യങ്ങളുടെ വികസനം നമുക്ക് സ്വാഭാവികമായും ഉണ്ടാക്കാൻ കഴിയുന്നതേ ഉള്ളൂ, പൊതുമേഖലയിൽ നിലനിർത്തിക്കൊണ്ട് തന്നെ. ഇപ്പോൾ ഗവൺമെൻറ് മുന്നോട്ട് വന്ന് ഇത് ബിഡ് ചെയ്താലും ഗവൺമെൻറ് കിട്ടിയാലും ഞങ്ങൾ അത് സപ്പോർട്ട് ചെയ്യുന്നതാണ്. പക്ഷേ ഇതിനൊരു ഇൻ്റർനാഷണൽ ഓപ്പറേറ്റർ തന്നെ വേണം. എയർപോർട്ട് അതോറിറ്റി എന്ന് പറഞ്ഞ സാധനം അക്സെപ്റ്റബിൾ അല്ല. കാര്യം നമ്മുടെ ഇവിടുത്തെ എയർപോർട്ട് അതോറിറ്റിയാണ് നമ്മളിപ്പം, ഞാൻ ചോദിക്കട്ടെ, കൊച്ചിയിൽ കണ്ണൂരൊക്കെ വന്നു. കൊച്ചിയിൽ 1500-2000 ഏക്കർ വയൽ നികത്തിയാണ് എയർപോർട്ട് ഉണ്ടാക്കിയത്. അന്നേരം ആരും ഇതൊന്നും പറഞ്ഞില്ലല്ലോ. ഇവിടെ ഇരിക്കുന്ന എല്ലാ ആൾക്കാരും ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ഈ ഇരിക്കുന്ന അന്നേരം അന്ന് പറഞ്ഞു വയൽ നികത്താൻ പാടില്ല എന്നൊക്കെ പറഞ്ഞു. ഇപ്പോൾ എയർപോർട്ട് വന്നു. ആ എയർപോർട്ടിൽ ഇപ്പം ഏറ്റവും കൂടുതൽ വിമാനങ്ങൾ വരുന്നു, പോകുന്നു. കണ്ണൂർ എയർപോർട്ട് 500-1000 ഏക്കർ സ്ഥലം വന്നു. നല്ല കാര്യം. തിരുവനന്തപുരം എയർപോർട്ട് മതി. നമുക്ക് തിരുവനന്തപുരത്തുള്ള കാര്യത്തിന് എല്ലാ കാര്യം വരുമ്പം തിരുവനന്തപുരമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന ഏത് കാര്യത്തിനും ഒരു അവഗണന നമുക്കിവിടെ ഉണ്ട്. നമുക്ക് ഒരിക്കലും ഒരു പരിഗണന വരാറില്ല ഏത് ഗവൺമെൻറ് വന്നാലും. കാര്യം എന്തെന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് വരുമ്പോൾ നമ്മളിവിടെ വേറൊരു ഗവൺമെൻറ് ആയിരിക്കും. ഇവിടെ സ്റ്റേറ്റ് ഗവൺമെൻറ് ഒരു ഗവൺമെൻറ് വരുമ്പോൾ സെൻട്രൽ വേറെ ഗവൺമെൻറ്. നമ്മൾ എപ്പോഴും ഇതിൻ്റെ ഇടയ്ക്ക് പെട്ടുപോകുന്ന ഒരു വിഭാഗക്കാരാണ് തിരുവനന്തപുരത്ത്, കേരളം. പക്ഷേ തിരുവനന്തപുരത്തിൻ്റെ കാര്യം ഇപ്പോൾ ഫെസിലിറ്റി പറഞ്ഞു. ഇപ്പോൾ അദ്ദേഹം പറയുന്നത് ഇവിടെ എന്ത് ഫെസിലിറ്റി ഇല്ല. എനിക്കറിയാം ഇവിടെ എയർക്രാഫ്റ്റ് മൂവ്മെൻ്റ് അകത്ത് എനിക്കറിയാം ഈ വന്നിരിക്കുന്ന ഫ്ലഡ് നടന്ന സമയത്ത് ഇവിടെ വന്നിരിക്കുന്ന എയർക്രാഫ്റ്റ് മൂവ്മെൻറ്റ് 2000 എയർക്രാഫ്റ്റ് മൂവ് ചെയ്തു. ഇവർ നല്ല പണി ചെയ്തു, അതിൽ യാതൊരു സംശയമില്ല. അവർ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ഈ എയർപോർട്ട് അതോറിറ്റി എംപ്ലോയീസ് ലിവ് അപ്പ് ടു ദ സിറ്റുവേഷൻ. അവർ ഏകദേശം 1300-1400 ഫ്ലൈറ്റ് നോൺ ഷെഡ്യൂൾ ഫ്ലൈറ്റ്സ് ഹാൻഡിൽ ചെയ്തു, ഹെലികോപ്റ്റേഴ്സ് ഹാൻഡിൽ ചെയ്തു. എല്ലാം കൂടെ 2605 ആ ഫ്ലൈറ്റ്സ് ഷെഡ്യൂൾഡ് നോൺ ഷെഡ്യൂൾഡ് മാനേജ് ചെയ്തിട്ടുണ്ട്. അതിനെപ്പറ്റി ഞാൻ നേരത്തെ പറഞ്ഞ എവരെ എഫിഷ്യൻസി ഇല്ല. ഞാൻ ഒരിക്കലും എവരെ എഫിഷ്യൻസിയെ ചോദ്യം ചെയ്യുന്നേ ഇല്ല. ഇപ്പോൾ കൊച്ചിൻ എയർപോർട്ടായാലും കണ്ണൂർ എയർപോർട്ടായാലും എയർ ട്രാഫിക് കൺട്രോൾ ഇന്നും എയർപോർട്ട് അതോറിറ്റിയുടെ കയ്യിലാണ്. ഇവിടുത്തെ ഇഷ്യൂ എന്ന് പറയുന്നത് എയർപോർട്ട് ഓപ്പറേഷൻസ് ആണ്. നമ്മുടെ മുഖ്യമന്ത്രി പറയുന്നത് എന്താണ്? കേരളം ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഫ്രണ്ട്ലി സ്റ്റേറ്റ് ആണ്. ഞങ്ങൾക്ക് ഭയങ്കര വിശ്വാസമുണ്ട് ഇപ്പോൾ ഇരിക്കുന്ന മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ. അദ്ദേഹത്തിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള പോളിസീസാണ് ഇന്ന് നിസാൻ ഇവിടെ വന്നതും ഇന്ന് വന്നിരിക്കുന്ന ടോറസ് വന്നതും പല കമ്പനീസും ഇവിടെ വന്നിരിക്കുന്നത്. അവർ ചോദിക്കുന്ന ഫെസിലിറ്റി ചോദിക്കുന്ന എന്താണ്? വി വാണ്ട് കണക്ടിവിറ്റി. ഭാഗ്യലക്ഷ്മി, അടിസ്ഥാന സൗകര്യ വികസനം തീർച്ചയായും
വേണ്ടത് തന്നെയാണ്. അപ്പോൾ മറുവശത്ത് ഒരു ചോദ്യം, കോടിക്കണക്കിന് രൂപ വരുന്ന പൊതുമുതൽ സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകത കൂടി അവിടെ ഉയർന്നു വരുന്നില്ലേ? അതിനുശേഷമല്ലേ അടിസ്ഥാന സൗകര്യ വികസനങ്ങളിലേക്ക് കൂടി പോകേണ്ടത്? തീർച്ചയായിട്ടും രഘുചേട്ടൻ പറഞ്ഞ ഒരു കാര്യം, ബിസിനസ്സുകാരെ എപ്പോഴും അത് ഒരു പ്രൈവറ്റൈസേഷനെ സപ്പോർട്ട് ചെയ്യുന്നവർ തന്നെയായിരിക്കും. കാരണം അവർ ആഗ്രഹിക്കുന്ന അവരുടെ അടിസ്ഥാന സൗകര്യങ്ങൾ അവർക്ക് പോയി വരാനുള്ള, നമുക്ക് പോയി വരാനുള്ള സൗകര്യങ്ങളുണ്ട്. ഞാൻ ചോദിക്കട്ടെ, പണ്ട് ഇവിടെ ഞാൻ ഒരുപാട് ട്രാവൽ ചെയ്ത്, അതായത് ചെന്നൈ, ബാംഗ്ലൂർ, മധുരൈ, ട്രിച്ചി ഇങ്ങനെ ട്രാവൽ ചെയ്തിരുന്നത് മുഴുവനും എയർ ഇന്ത്യ വഴിയായിരുന്നു. പിന്നീട് ജെറ്റ് എയർവേസ് വന്നു, പിന്നെ ഇൻഡിഗോ വന്നു, പിന്നെ സ്പൈസ് ജെറ്റ് വന്നു, അങ്ങനെ നിരവധി ഫ്ലൈറ്റ്സ് വന്നു. ഇത്രയും ഫ്ലൈറ്റ്സ് വന്നിട്ട് റേറ്റ്സ് ഒരു 5 മിനിറ്റ്സ് നമ്മൾ ഓൺലൈനിൽ നോക്കുമ്പോൾ എവറി 5 മിനിറ്റ്സ് ഇത് കൂടിക്കൊണ്ടേയിരിക്കുക, പെട്ടെന്ന് ഇങ്ങനെ ഫ്ലക്ച്വേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അങ്ങനെ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഇത് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് നിയന്ത്രിക്കാൻ ഇവിടെ സാധിക്കുന്നില്ല. ഇവിടെ എവിടെയാണ് ഈ പ്രൈവറ്റ് കമ്പനികൾ വന്നിട്ട് ജനങ്ങളെ സേവിക്കുന്നത്? എവിടെയാണ് അവരാണ് കാശുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്, അല്ലാതെ ജനത്തെ സേവിക്കുക എന്നുള്ളതല്ല. ജനത്തെ സേവിക്കാൻ ആർക്കാണ് ബാധ്യത? സർക്കാരിന് മാത്രമാണ് അത് ജനത്തെ സേവിക്കാൻ ബാധ്യത, അല്ലാതെ പ്രൈവറ്റ് കമ്പനികൾക്ക് ജനത്തെ സേവിക്കേണ്ട കാര്യമൊന്നുമില്ല. അവൻ കോടികൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. ഇവിടെ പിന്നെ ടെലികോമിന്റെ കാര്യം പറഞ്ഞു, ടെലിഫോൺസ് BSNL, ഞാൻ ഇന്നും ഉപയോഗിക്കുന്നത് BSNL തന്നെയാണ്. എൻ്റെ മൊബൈൽ ആവട്ടെ, എൻ്റെ ലാൻഡ് ലൈൻ ആവട്ടെ, ഞാൻ BSNL. ഞാനൊരു പ്രൈവറ്റ് കമ്പനി ഫോൺ ഞാൻ ഉപയോഗിക്കില്ല എന്ന് ഞാൻ മനസ്സുകൊണ്ട് എടുത്ത തീരുമാനമാണ്. അങ്ങനെ തീരുമാനിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ഇവിടെ. ഇന്ന് നമ്മൾ ഫ്ലൈറ്റിനകത്ത് കയറിക്കഴിഞ്ഞാൽ, ഏത് ഫ്ലൈറ്റും ആവട്ടെ, എയർ ഇന്ത്യയിൽ മാത്രമേ എന്തെങ്കിലും ഇത്തിരി ഭക്ഷിക്കാൻ തരുന്നുള്ളൂ. ആകെ തരുന്ന ഒരു ഇത്ര കുപ്പി, കറക്റ്റ് ഒരു സിപ്പ് അടിക്കാനുള്ള ഒരു വെള്ളമാണ് ആകെ തരുന്നത്. അതിന് പോലും അതിനകത്ത് കാശ് ഇങ്ങനെ എണ്ണി എണ്ണി വാങ്ങി. എവിടെയാണ് ഈ പ്രൈവറ്റ് കമ്പനികൾ നമ്മളിൽ നിന്ന് ഈടാക്കാത്തത്? അപ്പോൾ സർക്കാരിന് എല്ലാത്തിനും തീർച്ചയായിട്ടും ഒരു കാലതാമസം നേരിട്ടിട്ടുണ്ട് എന്നുള്ളത് ഏറ്റവും വലിയ സത്യം തന്നെയാണ്. അത് ഒരു ചലഞ്ചിങ് ആയിട്ട് എടുത്ത് ഇനിയുമുണ്ട് ഈ സർക്കാരിന് സമയം. അതുകൊണ്ട് തന്നെ ഇതുവരെ ആ സ്ഥലം ഏറ്റെടുക്കാതിരുന്ന കാര്യത്തിൽ ഒരു ചലഞ്ചിങ് ആയിട്ട് ഏറ്റെടുത്തുകൊണ്ട് തന്നെ എത്രയും വേഗം ഇവിടെ ഡെവലപ്മെന്റ് കൊണ്ടുവരികയും, ഇപ്പൊ ഇവിടുന്ന് ബാംഗ്ലൂർക്ക് ഫ്ലൈറ്റ്സ് ഇല്ല, പൂനെക്ക് ഫ്ലൈറ്റ്സ് ഇല്ല, ബോംബെക്ക് ഫ്ലൈറ്റ്സ് ഇല്ല, എല്ലാം നമ്മൾ കണക്ഷൻ ഫ്ലൈറ്റ് ആണ്. പിന്നെ ഒരുപാട് അടിസ്ഥാന സൗകര്യങ്ങൾ എയർപോർട്ടിനകത്ത് നമുക്ക് പലപ്പോഴും ഒരു വിജനത, ഒരു ഇൻസെക്യൂരിറ്റി ഒക്കെ നമ്മൾ സ്ത്രീകൾക്ക് പലർക്കും ഫീൽ ചെയ്യുന്നുണ്ട്. അത്തരം കാര്യങ്ങളിൽ കൂടി ഒരു വലിയ ഗൗരവം കാണിക്കേണ്ട ഒരു ആവശ്യം തന്നെയാണ്. എന്തുകൊണ്ടും ഇത് ഒരിക്കലും പൂർണ്ണമായ ഒരു പ്രൈവറ്റൈസേഷൻ ആക്കുന്നതിനോട് സാധാരണക്കാർ ഒരിക്കലും യോജിക്കില്ല എന്ന് തന്നെയാണ് എനിക്ക് പറയുന്നത്. തീർച്ചയായും മടങ്ങിയെത്താം. കേരളത്തിലെ ജനങ്ങൾ പൊതുവായിട്ട് ട്രിവാൻഡ്രം എയർപോർട്ടിനെയും കൊച്ചി എയർപോർട്ടിനെയുമാണ് കമ്പയർ ചെയ്ത് സംസാരിക്കാറുള്ളത്. കൊച്ചി എയർപോർട്ട് അതിൻ്റെ തുടക്കത്തിൽ തന്നെ അതിനാവശ്യമായ സ്ഥലം എടുത്ത് പ്ലാൻ ചെയ്ത് സൃഷ്ടിച്ചെടുത്ത ഒരു എയർപോർട്ടാണ്. മാത്രവുമല്ല, ട്രിവാൻഡ്രം എന്ന സിറ്റിയുമായിട്ട് കൊച്ചി എന്ന സിറ്റി കമ്പയർ ചെയ്യുമ്പോൾ അതിൻ്റെ ബിസിനസ് വാല്യൂം വളരെ വലുതാണ്. ട്രിവാൻഡ്രം ആ ലെവലിലേക്ക് ഉയർന്നു വരുന്നതേ ഉള്ളൂ. ആ ഉയർന്നു വരുന്ന ലെവൽ അനുസരിച്ചുള്ള ഡെവലപ്മെൻറ്റ് തീർച്ചയായും എയർപോർട്ടിനകത്തും നടക്കുന്നുണ്ട്. മാത്രമല്ല, തിരുവനന്തപുരം എയർപോർട്ടിലെ സ്ഥലപരിമിതി പല ഘട്ടങ്ങളിലായിട്ട് പാവപ്പെട്ട നാട്ടുകാരെ കുടിയൊഴിപ്പിച്ച് എടുത്ത സ്ഥലമാണ്. വീണ്ടും സാറ് പറയുന്നത് പോലെ 18 ഏക്കർ ഏറ്റെടുക്കണം, ശരിയാണ്, ഏറ്റെടുക്കണം. പക്ഷേ ഒരു സുപ്രഭാതത്തിൽ രാവിലെ ബുൾഡോസർ കൊണ്ടുപോയിട്ട് ആ പാവപ്പെട്ട ജനങ്ങളെ തല്ലിക്കൊന്നും നമുക്ക് എടുക്കാൻ പറ്റില്ലല്ലോ. ഒരു പ്രൈവറ്റ് കമ്പനി വന്നാൽ എങ്ങനെ ഈ 18 ഏക്കർ സ്ഥലം ഏറ്റെടുക്കും? അതിനും പരിമിതികളുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് പറയാനുള്ളത്, നിങ്ങൾ അതിന് ഈ ട്രിവാൻഡ്രം സിറ്റിയിൽ വേറെ എവിടെയെങ്കിലും സ്ഥലം കണ്ട് ഒരു എയർപോർട്ട് ഉണ്ടാക്കി ഞങ്ങളോട് മത്സരിച്ച് ഞങ്ങളെ മത്സരത്തിൽ തോൽപ്പിക്കുകയാണെങ്കിൽ ഈ പറയുന്നത് ന്യായമാണ്. ജേക്കബ് സാർ പറഞ്ഞതിനകത്തൊരു മറുപടി പറയാൻ, ട്രിവാൻഡ്രം ഡെവലപ്പ് ചെയ്യുക എന്നുള്ളത് എല്ലാവരുടെയും ആവശ്യമാണ്. പക്ഷേ ട്രിവാൻഡ്രം ഡെവലപ്പ് ചെയ്യുമ്പോൾ അതിൻ്റെ സ്ഥലപരിമിതിയെക്കുറിച്ച് നമുക്കെല്ലാം അറിയാം. സിറ്റിക്കകത്തുള്ള ഒരു എയർപോർട്ടാണ്. അതിനകത്ത് എത്ര സ്ഥലം എടുക്കാൻ പറ്റും? ഈ 18 ഏക്കർ എടുക്കാൻ വേണ്ടി എല്ലാ തലത്തിലും എയർപോർട്ട് അതോറിറ്റിയും സംസ്ഥാന സർക്കാരും എല്ലാം അതിൻ്റെ ഡെവലപ്മെൻറ്റ് ഏകദേശം പൂർത്തിയാകുന്ന ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ ഈ ഒരു നിയമം വന്നത്. അപ്പോൾ അതെടുക്കുന്നതിന് യാതൊരു ഇതുമില്ല. പക്ഷേ ഇപ്പോൾ അവിടുത്തെ സ്ഥലവാസികളെ പ്രൈവറ്റ് ചെയ്യാൻ വേണ്ടി കൊടുക്കത്തില്ലെന്നാണ് പറയുന്നത്. പ്രൈവറ്റ് വന്നു കഴിഞ്ഞാൽ അവർക്കറിയാം അവരുടെ ഒരു കുട്ടികൾക്കൊരു ഈ പറഞ്ഞൊരു സ്ഥിരമായിട്ടൊരു സെക്യൂർഡായിട്ടൊരു ജോലി പോലും കിട്ടുമെന്നവർക്ക് പ്രതീക്ഷയില്ല. വിജയകുമാർ, ഇപ്പോൾ LDF സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം, ശ്രീ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായതിനു ശേഷം മുടങ്ങിക്കിടന്ന പല പദ്ധതികളും പുരോഗതിയിലേക്ക് എത്തുന്ന കാഴ്ച നമ്മൾ കണ്ടു.
ഇപ്പോൾ കൊച്ചി മെട്രോ അല്ലെങ്കിൽ അതിന്റെ നിർമ്മാണ പുരോഗതി വളരെ വേഗം കൊണ്ടുപോകാൻ വേണ്ടി കഴിഞ്ഞു, അത് പ്രാവർത്തികമാക്കാൻ കഴിഞ്ഞു. വിഴിഞ്ഞ പദ്ധതി വളരെ വേഗം പ്രാവർത്തികമാക്കുന്നു. കണ്ണൂർ എയർപോർട്ട്, അതുപോലെ വലിയ വലിയ പദ്ധതികൾ പ്രാവർത്തികമാക്കുന്നതിന് വളരെ ശുഷ്കാന്തിയോടുകൂടി ആർജവത്തോടുകൂടി മുന്നോട്ട് പോകുന്ന ഒരു സമീപനം. ഈ എയർപോർട്ടിന്റെ കാര്യത്തിലും മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ, LDF സർക്കാർ എന്നുള്ള നിലയിൽ എങ്ങനെയായിരിക്കും പ്രവർത്തനം? അത് തീർച്ചയായും ഈ പ്രൈവറ്റൈസേഷനെ എതിർത്തുകൊണ്ട് ഒരു ബദൽ മുന്നോട്ട് വയ്ക്കാൻ എത്രത്തോളം സർക്കാരിന് കഴിയും? പൊതുമേഖലയെ സംരക്ഷിക്കുക എന്നത് ഒരു പ്രഖ്യാപിതമായ നയമാണ്, ജനങ്ങളുടെ നയമാണ്, ജനപക്ഷ നയമാണ്, LDFന്റെ നയമാണ്. ആ നയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ കാര്യങ്ങളെല്ലാം തീരുമാനിക്കപ്പെടുക. അതിപ്പോൾ ആ പൊതുമേഖലയെ സംരക്ഷിക്കുക എന്നത് ഏതെങ്കിലും ഒരു ലെഫ്റ്റ് പാർട്ടിയുടെ മാത്രമല്ല. ഈ അടുത്ത ദിവസം ജനുവരി 8, 9 തീയതികളിൽ ഇന്ത്യ രാജ്യം കണ്ടതെന്താ? ലോക ചരിത്രത്തിൽ ഒരിക്കലും ഉണ്ടായിട്ടില്ലാത്ത തരത്തിൽ 20 കോടി വർക്കേഴ്സ്, തൊഴിലാളികൾ ഇന്ത്യയിൽ പണിമുടക്കി. ലോകത്തുള്ള നിരവധി രാജ്യങ്ങളുടെ ജനസംഖ്യയേക്കാൾ വലുതാണ് 20 കോടി. അവരുടെ പ്രധാന ആവശ്യങ്ങളിലൊന്നെന്താ? പൊതുമേഖലയെ സംരക്ഷിക്കുക എന്നുള്ളതാണ്. ഈ ട്രിവാൻഡ്രം എയർപോർട്ട് ഉൾപ്പെടെയുള്ള എയർപോർട്ടുകളെ വിൽക്കാൻ അനുവദിച്ചുകൂടാ, കോർപ്പറേറ്റുകൾക്ക് കൈമാറാൻ പാടില്ല. അതാണ് നയം, അതാണ് നയം. അതിനെ ഒരു രൂപത്തിലും ന്യായീകരിക്കുക എന്ന് പറയുന്നത് പൊതു ജനാധിപത്യപരമായി നോക്കിയാൽ അതിനോട് യോജിക്കാൻ പറ്റില്ല. വ്യക്തിപരമായിട്ടൊക്കെ അഭിപ്രായങ്ങൾ പറയാം. പൊതുമേഖലയെ പ്രത്യേകിച്ച് ഈ ലാഭകരമായിട്ടുള്ള ഇപ്പോൾ നവരത്ന കമ്പനികൾ, മിനി നവരത്ന അങ്ങനെയുള്ളതിനാണ്. ഇപ്പോൾ നേരത്തെ ഇവിടെ എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞു, സുരേഷാണ് തോന്നുന്നു, നഷ്ടത്തിൽ പോകുന്ന ഏതെങ്കിലും എടുക്കുമോ? കൊടുക്കുക, വെക്ക്. നഷ്ടത്തിൽ പോകുന്നതല്ല, ഏറ്റവും ലാഭമുള്ള കാര്യങ്ങൾ നോക്കിയിട്ട് ഇതൊക്കെ കോർപ്പറേറ്റ് അജണ്ടയാണ്, അവരാണ് തീരുമാനിക്കുന്നത്. മോദി സർക്കാരൊന്നുമല്ല. മോദി സർക്കാർ ഈ കോർപ്പറേറ്റുകളുടെ ഏജൻസാണ്. അവർ ക്യാബിനറ്റ് കൂടുന്നതിന് അതിനു വേണ്ടിയാണ്, അവരുടെ ഈ കാര്യങ്ങൾ നടപ്പാക്കാൻ വേണ്ടിയാണ്, അല്ലാതെ ഒന്നുമല്ല. ഇത് എന്തിനാ ഇത് പ്രൈവറ്റൈസ് ചെയ്യുന്നത് എന്നുള്ള? ഇപ്പോൾ പ്രൈവറ്റൈസേഷൻ നമ്മൾ ഈ ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ ചർച്ച ചെയ്യാൻ വിട്ടുപോയൊരു കാര്യമുണ്ട്. ഇവിടെ പ്രൈവറ്റൈസേഷൻ നടന്നില്ലേ? അതല്ലേ ഡൽഹി എയർപോർട്ട്, അതല്ലേ മുംബൈ എയർപോർട്ട്? അതെന്താ ആരും പറയാത്തത്? അത് പരാജയമാണെന്ന് കേന്ദ്ര ഗവൺമെൻറ് ആവർത്തിച്ച് പറഞ്ഞു. എൻ്റെ കയ്യിൽ ഡീറ്റെയിൽസ് ഉണ്ട്, പേപ്പേഴ്സിന് ഞാൻ കാണിച്ചു തരാം. അത് പരാജയമാണ് എന്ന് ഡോക്ടർ മൻമോഹൻ സിംഗ് എന്ന് പറഞ്ഞു. ഡൽഹി എയർപോർട്ട് പ്രൈവറ്റൈസ് ചെയ്തതും മുംബൈ പ്രൈവറ്റൈസ് ചെയ്തതും പരാജയമാണ്. CAG റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം പറഞ്ഞത്. CAG റിപ്പോർട്ട് അതൊന്നും ഒരു പരിഗണിക്കുന്നില്ലേ? ഒരു ഭരണഘടനാ സ്ഥാപനമല്ലേ CAG ഇല്ലെങ്കിൽ പിന്നെ ഇവിടെ ഉണ്ടോ? നമ്മുടെ രാജ്യം നിലനിൽക്കുമോ? അവരുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഡോക്ടർ മൻമോഹൻ സിംഗ് 2014 ഫെബ്രുവരി, അതിനുശേഷമാണല്ലോ ഇലക്ഷൻ വന്നത്, ഇനി മേലിൽ പ്രൈവറ്റൈസ് ചെയ്യില്ല എന്ന് അദ്ദേഹം പരസ്യമായി പാർലമെന്റിൽ പ്രഖ്യാപിച്ചതിൻ്റെ ഡീറ്റെയിൽസ് എൻ്റെ കയ്യിലുണ്ട്. BJP സർക്കാർ അധികാരത്തിൽ വന്നു. ആ സർക്കാർ ആവർത്തിച്ച് പറയുന്നുണ്ട് ഇനി മേലിൽ എയർപോർട്ടുകൾ പ്രൈവറ്റൈസേഷൻ വേറെ, അതൊക്കെ വേറെ പലതുണ്ട്, ആയിക്കോട്ടെ, അതിനൊന്നും നമ്മൾ എതിർക്കുന്നില്ല. ഈ എയർപോർട്ടുകൾക്ക് ഒരുപാട് പ്രത്യേകതയുണ്ട്. ഇത് പബ്ലിക് യൂട്ടിലിറ്റി സർവീസ് മാത്രമല്ല, ഡിഫൻസ് ആംഗിളിൽ നോക്കണം. ഈ ട്രിവാൻഡ്രം ഇന്റർനാഷണൽ എയർപോർട്ട് ഡിഫൻസ് ഓപ്പറേഷൻ നടക്കുന്ന എയർപോർട്ട് കൂടിയാണ്. ശ്രീലങ്കയിൽ ഇഷ്യൂവിൽ ഡിഫൻസ് ഓപ്പറേഷൻ നടത്തിയത് ട്രിവാൻഡ്രത്ത് നിന്നാണ്. മാലി ഒരു രാജ്യമല്ലേ, ഡിഫൻസ് ഓപ്പറേഷൻ നടത്തിയത് അങ്ങനെയുള്ള കച്ചവടം ചെയ്യാനാണ് പോകുന്നത്. ആ രൂപത്തിൽ ഡൽഹിയുടെയും മുംബൈയുടെയും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ സർക്കാർ. ആരാ? ഡോക്ടർ മുരളി മനോഹർ ജോഷി, ഏറ്റവും തലമുതിർന്ന BJP നേതാവ്, പ്രധാനമന്ത്രി വരെ ആകേണ്ട ആളാണ്. അദ്ദേഹമാണ് PACയുടെ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ പാർലമെന്റിലെ ചെയർമാൻ. അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ടുണ്ട്. പാർലമെന്റിന്റെ ട്രാൻസ്പോർട്ടേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ റിപ്പോർട്ടുണ്ട്. കൾച്ചറൽ ടൂറിസം സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ റിപ്പോർട്ടുണ്ട്. ആധികാരികമായിട്ടാണ് പറയുന്നത് ഞങ്ങൾ ചെയ്യാൻ പാടില്ലെന്ന്. ഇതിനെയൊക്കെ മറികടന്നുകൊണ്ട്, അവഗണിച്ചുകൊണ്ട് ഏകാധിപത്യപരമായിട്ട് കോർപ്പറേറ്റുകൾക്ക് വേണ്ടി നടത്തുന്ന ഒരു കൊള്ളയല്ലാതെ ഇത് ഒരിക്കലും ഒരു വികസനമല്ല, നാട്ടുകാരെ സഹായിക്കാൻ വേണ്ടിയല്ല, ഫെസിലിറ്റി ഉണ്ടാക്കാൻ വേണ്ടിയല്ല എന്ന് നമ്മൾ തിരിച്ചറിയാൻ കുറച്ച് സമയം പിടിക്കും കേട്ടോ. നല്ല നല്ല കാര്യങ്ങൾ തിരിച്ചറിയാൻ കുറേ സമയം പിടിക്കും. ആ സമയത്ത് ശ്രീ രഘുചന്ദ്രൻ നായർക്കും ശ്രീ ജേക്കബ് അവർക്കൊക്കെ മനസ്സിലാവും. ജേക്കബ് ജോർജ്, ഇപ്പോൾ കോർപ്പറേറ്റുകൾക്ക് കൈമാറാതെ തന്നെ ഇപ്പോൾ നമുക്ക് നമ്മുടെ മുന്നിൽ ധാരാളം ഉദാഹരണങ്ങൾ നിരവധിയാണ്. സിയാൽ മോഡൽ, കിയാൽ മോഡൽ ഒക്കെ ഉദാഹരണങ്ങളാണ്. ആ മോഡലിലേക്ക് നമുക്ക് കൊണ്ടുവരാം. അതാണ് LDF സർക്കാരും ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്ന ആശയം. സർക്കാരിൻ്റെ കീഴിൽ തന്നെ നിലനിർത്തിക്കൊണ്ട് ജീവനക്കാരുടെ സംരക്ഷണം ഏറ്റെടുത്തുകൊണ്ട് ആ മോഡലിലേക്ക് അതിനെ കൊണ്ടുവരിക. അത് ഏറ്റവും ഫലപ്രദമായി നടപ്പാക്കിയത് നമ്മൾ സിയാലിലാണ്. ആ ഒരു രീതിയിലേക്കാണ് സർക്കാർ അതിനെ ആലോചിക്കുന്നത്. അതിനെ നമുക്ക് അംഗീകരിക്കാൻ കഴിയും. ഞാൻ അതിനെ പൂർണ്ണ മനസ്സോടെ സ്വാഗതം ചെയ്യുന്നു. കാരണം കേരളത്തിന് പൈസ ഉണ്ടാക്കാൻ പറ്റും, കേരളത്തിന് പണം ഉണ്ടാക്കാൻ പറ്റും, കേരളത്തിന് അതിനുള്ള ശേഷിയുണ്ട്, അതിനുള്ള നേതൃത്വമുണ്ട്, യാതൊരു സംശയമില്ല.
പക്ഷേ എയർപോർട്ടായിട്ട് ഒരു അന്തർദേശീയ വിമാനത്താവളമായിട്ട് നടത്തണമെങ്കിൽ സിയാല് പോലും പോരാ, അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു വലിയ ശക്തിയുള്ള മസിൽ പവറുള്ള ഒരു ഓപ്പറേറ്റർ വേണം. അത് അന്തർദേശീയ തലത്തിൽ ഒരു യൂറോപ്യൻ. കാരണം അറിയാമോ, ഇപ്പം നിസാൻ്റെ കാര്യം രഘു പറഞ്ഞു, 3.5 മിനിറ്റ് കൊണ്ടാണ് ലോക ബിസിനസ് സ്ഥാപനമായ നിസാനെ കേരളത്തിൽ കൊണ്ടുവരാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ എടുത്തത്. 3.5 മിനിറ്റ് സമയം. ബിസിനസ് സ്ഥാപനമാണ്, ഓർക്കണം. വിജയകുമാർ സാറ് പറഞ്ഞു ഡിഫൻസിൻ്റെ ഇത് ഇമ്പോർട്ടൻസ് ആണ്. ഇവിടെ ഒരു ഡിഫൻസിൻ്റെ സപ്പോർട്ട് ഈ വന്നിരിക്കുന്ന എയർപോർട്ട് അതോറിറ്റിയോ ഇവിടെ ഇരിക്കുന്ന ആക്ഷൻ കൗൺസിൽ എടുത്തിട്ടില്ല. സദൻ എയർ കമാൻഡ് ചീഫ് എന്നത് പറഞ്ഞത് ഇവിടെ ഒരു സദൻ എയർ കമാൻഡ് മാത്രമേ ഉള്ളൂ. സദൻ എയർ കമാൻഡ് പറയുന്നത് അവർക്ക് ഇതൊരു സദൻ എയർ കമാൻഡ് ഹെഡ് ക്വാർട്ടേഴ്സ് ആണ്. സദൻ എയർ കമാൻഡ് എന്നിട്ട് സദൻ എയർ കമാൻഡ് ഫൈറ്റർ ജെറ്റ്സ് സ്റ്റേഷൻ ചെയ്യാൻ 36 ഫൈറ്റർ ജെറ്റ്സ് സ്റ്റേഷൻ ചെയ്യാൻ പറ്റില്ല. ഇത് എവിടെ നിൽക്കുന്നു? തഞ്ചാവൂരിലും കോയമ്പത്തൂരിലും കിടക്കുന്നു. അപ്പം നമ്മളിവിടെ ഡിഫൻസ് എയർപോർട്ടിന് നമ്മളൊരു ഭാഗത്ത് അവകാശപ്പെടുന്നു, പക്ഷേ ഡിഫൻസ് എയർപോർട്ടിൻ്റെ അകത്ത് ഫൈറ്റർ ജെറ്റ്സ് ഇല്ല. അപ്പം നമ്മളെല്ലാവരും കൂടെ വിചാരിച്ചാൽ മാത്രമേ തിരുവനന്തപുരം നന്നാക്കാൻ പറ്റുള്ളൂ. ഇതിൽ രാഷ്ട്രീയം കളിക്കരുത്. ഇതിനകത്ത് രാഷ്ട്രീയം കളിച്ച് നമ്മൾ കിട്ടുന്ന ഒരു ചാൻസ് കളയാതിരിക്കുക. ഞാനിതിപ്പം കേരള സർക്കാർ വന്നാലും ഇതിന് ഓപ്പറേറ്റർ കേരള സർക്കാർ വരട്ടെ, നമുക്ക് സപ്പോർട്ട് ചെയ്തു. ഇപ്പം ഭാഗ്യലക്ഷ്മി നേരത്തെ പറഞ്ഞു ഇവിടുന്ന് പോകുമ്പോൾ ഫ്ലൈറ്റ് ചാർജ് എയർ ഇന്ത്യയുടെ കാര്യം പറഞ്ഞു. ഇവിടെ എയർ ഇന്ത്യയുടെ റേറ്റ് കൂടാനോ അല്ലെങ്കിൽ പ്രൈവറ്റ് സെക്ടറിൻ്റെ റേറ്റ് കൂടുന്നോ അതുകൊണ്ടല്ല, യൂസർ ഡെവലപ്മെന്റ് ഫീ അതിൽ കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് നമ്മുടെ ഫ്ലൈറ്റ് റേറ്റ് കൂടുന്നത്. കൊച്ചിയിൽ യൂസർ ഡെവലപ്മെന്റ് ഫീ നില്ലാണ്, അതിനെപ്പറ്റി ആരും പറയുന്നില്ല. നമ്മളിവിടെ നില്ലാക്ക് യൂസർ ഡെവലപ്മെന്റ് ഫീ നില്ലാക്ക് കണക്ടിവിറ്റി കൂടെ നിങ്ങളുടെ ആണല്ലോ, എയർപോർട്ട് അതോറിറ്റി അല്ലേ, വേറെ ആരും അല്ലല്ലോ. ഇപ്പൊ നിങ്ങൾ ആരും സമരം ചെയ്തില്ലല്ലോ. നിങ്ങൾ ചെന്ന് പറയാത്തത് കൊച്ചിയിൽ യൂസർ ഡെവലപ്മെന്റ് ഫീ നിങ്ങൾ പറയും എയർപോർട്ട് എക്കണോമിക് റെഗുലേറ്ററി അതോറിറ്റിയാണ് ഇത് ഫിക്സ് ചെയ്യുന്നത്. ഇവരെ സിവിൽ ഏവിയേഷൻ മിനിസ്ട്രിയാണ്, എയർപോർട്ട് അതോറിറ്റിയാണ്. കൊച്ചിയിൽ എന്താ ഇല്ലാതെ, കൊച്ചി മാത്രം ഇല്ലാത്ത എന്താ? രഘു സാർ പറഞ്ഞതുപോലെ ഈ എയർപോർട്ട് സ്വകാര്യവൽക്കരിച്ചേ പറ്റൂ എന്നുള്ള ഒരു ദൃഢമായ നിശ്ചയത്തിലാണ് താങ്കൾ. തീർച്ചയായിട്ടും ഇല്ലെങ്കിൽ ഇത് പറയേണ്ട കാര്യമില്ല. ഞാൻ പറയുന്നത് യാഥാർത്ഥ്യ കാര്യങ്ങളാണ്. യൂസർ ഡെവലപ്മെന്റ് ഫീയെ പറ്റി നിങ്ങൾക്ക് നന്നായി അറിയാലോ. എന്തുകൊണ്ട് കൊച്ചിയിലില്ല? കൊച്ചിയിൽ കൊടുക്കേണ്ട കാര്യമില്ലല്ലോ. എന്തുകൊണ്ട് കൊടുക്കേണ്ട കാര്യമില്ല? തന്നെ പറഞ്ഞല്ലോ, സ്വകാര്യ പ്രൈവറ്റ് സെക്ടറാണ് കൊടുക്കണ്ട. ഗവൺമെന്റ് എയർപോർട്ട് കൊടുക്കണം. ഗവൺമെന്റ് എയർപോർട്ടിൽ ആരാണ് ഇത് ഭരിക്കുന്നത്? നിങ്ങളാണ്. സർക്കാരാണ് ഇത് ഭരിക്കുന്നത്. ഇവിടെ ഒരു ഡെവലപ്മെന്റ് ഇതുണ്ട്, അതോറിറ്റി ഉണ്ട്. അതിന്റെ ചെയർമാൻ എന്ന് പറയുന്നത് മിസ്റ്റർ MP ശശി തരൂരാണ്. ഇത് ഒരു ദിവസമെങ്കിലും പോയി സംസാരിച്ചിട്ടുണ്ട്. ക്യാമ്പറോ ചോമസിലെ അംഗങ്ങളും ഇതിലുണ്ട്. താങ്കളും സംസാരിച്ചിട്ടുണ്ട്. ഞാൻ തന്നെ പറയാം, ഇന്നെങ്കിലും സംസാരിച്ചിട്ടുണ്ട്. ഒരു ദിവസമെങ്കിലും യൂസർ ഡെവലപ്മെന്റ് ഫീസിന്റെ കാര്യം സംസാരിച്ചിട്ടുണ്ടോ? ഞാൻ പറയുമ്പോൾ സാറിന് ഞാൻ പറയട്ടെ. ഡോക്ടർ ശശി തരൂർ സംസാരിച്ചു, ഞാനും കൂടെ ഉണ്ടായിരുന്നു. അന്നേരം നിങ്ങൾ മനസ്സിലാക്കണം, ഡോക്ടർ ശശി തരൂർ ഒരു കോൺഗ്രസ് MP ആണ്. ഡൽഹിയിലിരിക്കുന്ന BJP ഗവൺമെന്റ് നടക്കത്തില്ല. KP സുരേഷ്, ഇവിടെ ചില കാര്യങ്ങൾ ജനങ്ങളെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു നടപടിയാണ് ഇവിടുത്തെ ചേംബർ ഓഫ് കോമേഴ്സ് പോലുള്ള ഈ സ്വകാര്യവൽക്കരണത്തിന് അനുകൂല നിലപാടെടുക്കുന്ന ആൾക്കാർ നടത്തിക്കൊണ്ടുവന്നിരിക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ വിമാനയാത്രക്കാരുടെ നിരക്ക് നിശ്ചയിക്കുന്നത് എയർപോർട്ട് അതോറിറ്റി അല്ല. അതാദ്യം മനസ്സിലാക്കണം. എയർപോർട്ട് അതോറിറ്റിക്ക് ഒരു വിമാനത്തിന്റെയും നിരക്ക് നിശ്ചയിക്കാനുള്ള അധികാരമില്ല. ഒന്ന്, നമ്മുടെ ചർച്ച വഴിമാറുകയാണ്. നമ്മുടെ ചർച്ച പൊതുമേഖലയിൽ നടത്തണമോ അതോ സ്വകാര്യവൽക്കരണത്തിലേക്ക് പോകണമോ എന്നുള്ളത് അതുപോലുള്ള കാര്യങ്ങൾ. പിന്നെ ഈ എയർപോർട്ട് ഇക്കണോമിക് റെഗുലേറ്ററി അതോറിറ്റി എന്ന് പറയുന്ന ഒരു അതോറിറ്റിയാണ് ഈ യൂസസ് ഫീ തീരുമാനിക്കുന്നത്. അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങൾ ഞങ്ങൾ പറയുന്നത് എന്താണ്, നിങ്ങൾ നിയമപ്രകാരമാണ്, ഈ നിയമപ്രകാരമല്ല ഈ ഇപ്പോൾ വിജയകുമാർ സാർ പറഞ്ഞല്ലോ, നിയമപ്രകാരമല്ല ഈ സ്വകാര്യവൽക്കരണ നടപടി തീരുമാനം എടുത്തിരിക്കുന്നത്. കാരണം വളരെ പൊതു താല്പര്യം നിലനിർത്തി കേന്ദ്ര ഗവൺമെന്റ് പാർലമെന്റ് അംഗീകാരത്തോടു കൂടി മാത്രമേ വിമാനത്താവളം സ്വകാര്യവൽക്കരണ തീരുമാനമെടുക്കാൻ ആവുകയുള്ളൂ. ഇവിടെ പാർലമെന്റ് അംഗീകാരം എടുത്തിട്ടില്ല. ഒരു ക്യാബിനറ്റ് ഡിവിഷൻ മാത്രമേ ഉള്ളൂ. 2020 ലൈസൻസ് കാലാവധി അവസാനിക്കുക. വിജയകുമാർ സാർ പറഞ്ഞു 2014 ഇന്ത്യ ഗവൺമെന്റിന്റെ കൺട്രോളർ ഓഡിറ്റർ ജനറൽ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. ഡൽഹി എയർപോർട്ട് സ്വകാര്യവൽക്കരിച്ചതിൽ വൻ അഴിമതി നടന്നിട്ടുണ്ടെന്നും അതുപോലെ എയർപോർട്ടിന് അതോറിറ്റിക്ക് വൻ സാമ്പത്തിക നഷ്ടം ഉണ്ടായിട്ടുണ്ടെന്നും ഇന്ത്യ ഗവൺമെന്റിന്റെ ഭരണഘടനാ സ്ഥാപനമാണ് CAG എന്ന് പറയുന്നത്. ജേക്കബ് സാറും രവിചേട്ടനും പറഞ്ഞൊരു കാര്യം, ഇവിടുത്തെ സൗകര്യങ്ങൾ, അതായത് ബാംഗ്ലൂർ പോലെയില്ല, ബോംബെ പോലെയില്ല, ഡൽഹി പോലെയില്ല എന്നൊക്കെയാണല്ലോ പറഞ്ഞത്. ഇങ്ങനെ ഒന്നുമില്ലാതിരുന്നിട്ടും ഈ എയർപോർട്ട് ഇപ്പോഴും ലാഭത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇത് കുത്തുവാള എടുത്ത ഒരു എയർപോർട്ടാണ് ഇവർ ഏറ്റെടുക്കുന്നതെങ്കിൽ
നമുക്ക് പറയാം ശരിയാണ്, ഈ സർക്കാരിന് അല്ലെങ്കിൽ കഴിഞ്ഞ കാലങ്ങളിൽ വന്ന സർക്കാരിന്റെ കഴിവുകേട് കൊണ്ടാണ് ഈ നഷ്ടം സംഭവിച്ചത്, അതുകൊണ്ട് തന്നെ പ്രൈവറ്റൈസേഷൻ ആക്കാം എന്ന് പറഞ്ഞാൽ അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇത് ആ എയർപോർട്ടിൽ ഇറങ്ങുന്ന അത്രയും ആളുകൾ തന്നെ ഈ എയർപോർട്ട് ഉപയോഗിക്കുകയും പോവുകയും വരികയും തികച്ചും ലാഭകരമായി പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു എയർപോർട്ട് പ്രൈവറ്റൈസേഷൻ ആക്കണം എന്നൊരു തീരുമാനമെടുക്കുന്നത് തീർച്ചയായിട്ടും അതൊരു ലോബിയുടെ ഭാഗം തന്നെയാണ്, അതല്ലാന്ന് പറയാൻ പറ്റില്ല. ഒരു പോയിന്റ് ഭാഗ്യലക്ഷ്മി അറിയാൻ വേണ്ടി പറയുകയാണ്. തിരുവനന്തപുരം എയർപോർട്ടിന് കൊച്ചിയിലേക്ക് 40% പാസഞ്ചേഴ്സ് ആണ് ഷിഫ്റ്റ് വന്നിരിക്കുന്നത്. അവർ ഇവിടുന്ന് ട്രെയിനും ബസ്സും ഫ്ലൈറ്റും കയറിയാണ് അവിടെ പോയി ഫ്ലൈറ്റ് എടുത്തുകൊണ്ട് പോകുന്നത്. തിരുവനന്തപുരം ഇപ്പൊ അല്ല, കഴിഞ്ഞ 2 വർഷമായിട്ട് നടക്കുന്നതാണ്. 40% ഷിഫ്റ്റ് ആണ്. ഞങ്ങളുടെ കയ്യിൽ കണക്ക് നമ്മുടെ ഫെയർ കൂടുതലായതുകൊണ്ട് ആൾക്കാർ ഇവിടുന്ന് പോവാണ്. അപ്പൊ ഈ എയർപോർട്ട് ഇപ്പൊ തന്നെ 4 ഫ്ലൈറ്റ് തിരുവനന്തപുരത്തിന് പോയി, ഫ്ലൈറ്റ് ദുബായ് പോയി, ജെറ്റ് എയർവേസ് പോയി, സൗദിയ പോയി. നമ്മൾ ആരും അതിനെ പറ്റി പറയുന്നില്ല. സമയപരിമിതി അവസാനിക്കുകയാണ്. കേരള ഗവൺമെന്റ് ആണോ അത്? കേരള സർക്കാരാണോ? അതിന് സമരഞ്ഞവരാരുമില്ല. ശ്രീ എം വിജയകുമാർ സർക്കാരിന്റെ നേതൃത്വത്തിൽ ഇപ്പോൾ നമുക്കറിയാം സംസ്ഥാനത്ത് പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഒന്നൊന്നായി ലാഭത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ഘട്ടത്തിലാണ് തിരുവനന്തപുരം വിമാനത്താവളം സ്വകാര്യവൽക്കരിക്കാനുള്ള നീക്കവുമായി കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോകുന്നത്. ശക്തമായ നടപടികളുമായി LDF സർക്കാർ മുന്നോട്ട് വന്നിരിക്കുന്നു. വളരെ ശുഭോദർക്കമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. എങ്ങനെയാണ് ഇനി ഇതുമായി സർക്കാരിന്റെ നിലപാടെന്തായിരിക്കും ഇക്കാര്യത്തിൽ? അത് കേന്ദ്ര സർക്കാരിന്റെ നീക്കങ്ങളെ മറികടക്കാൻ സംസ്ഥാന സർക്കാരിന് കഴിയുമോ? അതിൽ ഏതെങ്കിലും തരത്തിലുള്ള ആശങ്കകളുണ്ടോ? അത് പറയുമ്പോൾ ഒരു കാര്യം പറയട്ടെ. നമ്മൾ എയർപോർട്ട് പ്രൈവറ്റൈസേഷനെ കുറിച്ചാണല്ലോ ചൂടുപിടിച്ച സംവാദം നടക്കുന്നത്. എയർപോർട്ട് പ്രൈവറ്റൈസേഷൻ ആണ് ലക്ഷ്യമെങ്കിൽ അതൊരു നയം ആയിക്കോട്ടെ. ആദ്യം പ്രൈവറ്റൈസ് ചെയ്യേണ്ടത് ബ്രിട്ടീഷ് ഇന്ത്യയുടെ കാലത്തെ എയർപോർട്ടാണ് കൊൽക്കത്ത എയർപോർട്ട്. ബ്രിട്ടീഷ് ഇന്ത്യയുടെ കാലത്തുള്ള എയർപോർട്ടാണ് ചെന്നൈ എയർപോർട്ട്. എന്തുകൊണ്ട് ആദ്യം അത് പ്രൈവറ്റൈസ് ചെയ്തിട്ട് ചെയ്യട്ടെ? അതെന്താ അവിടെ ചെയ്യാത്തത്? അപ്പോൾ നമ്മൾ ദുർബലന്മാരായതുകൊണ്ടാണ്. ഇവിടെ എന്തായാലും കുഴപ്പമില്ല, കൊള്ളയടിക്കാം എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ ഇതൊന്നും അനുവദിക്കുന്ന പ്രശ്നമില്ല. പ്രത്യേകിച്ച് കേരളത്തിലെ LDF സർക്കാർ ഇതിനു വേണ്ടി അവസാന നിമിഷം വരെ ഫൈറ്റ് ചെയ്യും. എന്തൊക്കെ കാരണം ഇവിടെ വെറുതെ പറയല്ല, രാഷ്ട്രീയമില്ല. ഇവിടെ നേരത്തെ പറഞ്ഞ് കറക്റ്റാണ്, ഇതിൽ രാഷ്ട്രീയമേ ഇല്ല. ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷമാണ് പൊതുമേഖലയ്ക്ക് ഒരു ജീവശ്വാസം വന്നത്. 131 കോടി രൂപ നഷ്ടത്തിൽ പൊയ്ക്കൊണ്ടിരുന്ന കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനം കുറച്ചേ ഉള്ളൂ, 10 ഉള്ളൂ. അതിനെ പടിപടിയായിട്ട് ലാഭത്തിലാക്കി 106 കോടി രൂപ ലാഭം ഉണ്ടാക്കിയിട്ടാണ് പറയുന്നത്. ഇതാണ് ഈ സർക്കാരിൻ്റെ കാഴ്ചപ്പാട്. അത് പൊതുമേഖലയോടുള്ള പ്രതിബദ്ധതയാണ്. അതുകൊണ്ട് സ്വകാര്യ മേഖലയോടുള്ള ഒരു അലർജി ഒന്നും സർക്കാരിനില്ല. സ്വകാര്യ മേഖലയും ഈ വികസനത്തിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കും. ഈ എയർപോർട്ടിൻ്റെ കാര്യത്തിൽ വേണ്ട, ഈ കൊള്ളയടിക്കുന്ന കാര്യത്തിൽ വേണ്ട, മറ്റു കാര്യങ്ങളുണ്ടല്ലോ. ഇപ്പോൾ ശ്രീ ജേക്കബ് ജോർജ് പറഞ്ഞല്ലോ, നിസാനെയൊക്കെ കൊണ്ടുവരുന്ന കാര്യത്തിലൊക്കെ വലിയ എഫർട്ട് എടുത്തവരാ നമ്മൾ. ഇപ്പോഴല്ല, കഴിഞ്ഞ സർക്കാരിൻ്റെ കാര്യത്തിലെടുത്തില്ലേ, നിസാൻ്റെ കാര്യത്തിലെടുത്തില്ലേ, ടോറസിൻ്റെ കാര്യത്തിലെടുത്തില്ലേ? എന്താ അന്നുണ്ടായത്? അതിൻ്റെ പിന്നിൽ നടന്ന നാടകങ്ങൾ എന്താ? എത്ര കോടിയാണ് അന്ന് കാശ് ചോദിച്ചത്? ഞങ്ങൾക്ക് അറിയാം, ഞങ്ങളൊന്നും പരസ്യമായിട്ട് പറയുന്നില്ല. ആ ഒരു മാറ്റം വന്നു, ആ സർക്കാർ മാറി, എല്ലാം മാറിയപ്പോൾ ഇപ്പോൾ പുതിയ സർക്കാർ വന്നപ്പോൾ പുതിയ നയം വന്നു. ഫാസ്റ്റായിട്ടാണ് മൂവ് ചെയ്യുന്നത്. ഇത് ഈ കാര്യത്തിൽ മാത്രമല്ല, ഒരു വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് ഇപ്പോൾ ഉദ്ഘാടനം ചെയ്തില്ലേ മുഖ്യമന്ത്രി? വൈറോളജി എന്ന് വെച്ചാൽ ഏറ്റവും വലിയ ആരോഗ്യ പ്രശ്നമാണല്ലോ വൈറോളജി. ഇന്ത്യയിലെ ലോകത്തിലെ തന്നെ റിസർച്ച് നടക്കുന്ന ഒരു വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. അത് ഉദ്ഘാടനം ചെയ്തപ്പോൾ മലയാള മനോരമയുടെ എഡിറ്റോറിയൽ എന്തായിരുന്നു? ഈ ഇച്ഛാശക്തിയുള്ളൊരു ഗവൺമെൻറ് ഉണ്ടായതുകൊണ്ടാണ് ആ ഇൻസ്റ്റിറ്റ്യൂട്ട് വന്നത്. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് വരേണ്ടിയിരുന്നതാണ് എന്ന് പറയേണ്ടി വന്നു. തീർച്ചയായിട്ടും ഇതിൽ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്, എയർപോർട്ടിൻ്റെ സംരക്ഷണത്തിലും പ്രതീക്ഷിക്കുന്നുണ്ട്. ലാഭത്തിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനം, കോടികളുടെ വരുമാനം നൽകുന്ന സ്ഥാപനം സ്വകാര്യവൽക്കരിക്കാനുള്ള നീക്കം കേന്ദ്ര സർക്കാർ നടത്തുമ്പോൾ ജനകീയ ബദൽ ഉയർത്തി അതിനെതിരെ ശക്തമായ നീക്കവുമായി സംസ്ഥാന സർക്കാർ മുന്നേറുകയാണ്. നന്ദി, നമസ്കാരം.